കൈകൊണ്ട് അനുഗ്രഹിക്കലാണോ കാലുകൊണ്ട് അനുഗ്രഹിക്കലാണോ പുണ്യം? അവിടെയാണ് പ്രശ്നം. നമുക്ക് കൈകൊണ്ട് കാലുകൊണ്ടുള്ള അനുഗ്രഹമാണ് പുണ്യം. അതുകൊണ്ടാണ് കാലുകൊണ്ടാണ് അഹല്യയെ ആരനുഗ്രഹിച്ചത്? ശ്രീരാമചന്ദ്രമൂർത്തി. കാലുകൊണ്ടാണ് മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരും. ഞാൻ മുംബൈയിലെ ഒരു പരിപാടിക്കാണ്, ഇതൊക്കെ എന്താ പറയുക, എഡിറ്റ് ചെയ്ത് വിടണേ. മുംബൈയിലെ ഒരു പരിപാടിക്കാണ് ഞാൻ ഇങ്ങനെ പരിപാടി പങ്കെടുക്കുമ്പോൾ അവിടെ എൻ്റെ കൂടെ ഒരു പ്രശസ്തനായ നടനുണ്ട്. നടൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും വിമാനത്തിൽ നിന്ന് ഒന്നിച്ചാണ് ഇറങ്ങിയത്. അവിടെ പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ ഇയാൾ ഓണാഘോഷ പരിപാടിക്കാണ് പങ്കെടുക്കുന്നത്. ഇയാൾ പറഞ്ഞു, മഹാബലിയെ വാമനൻ പാതാളത്തേക്ക് ചവിട്ടി അങ്ങോട്ട് താഴ്ത്തിയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അത് എപ്പെന്ന് ചോദിച്ചു. നമുക്ക് അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല എപ്പോഴാണ് ചവിട്ടി താഴ്ത്തിയെന്നുള്ളത്. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ ഭാഗവത അഷ്ടമസ്കന്ധം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വായിക്കണോ വേണ്ടയോ? വായിക്കണം. മഹാബലിയുടെ തലയിൽ വാമനൻ കാൽ വെച്ച് അനുഗ്രഹിച്ചു. ഇതാണ് കാൽ വെച്ച് അനുഗ്രഹിച്ചു. എന്താ കാര്യം? ചെറിയൊരു അഹങ്കാരം ബാക്കിയുണ്ടായിരുന്നു, കൊടുക്കണോന്നുള്ള അഹങ്കാരം, അത് പോണം. അപ്പൊ അതിനാണ് വാമനത്വത്തില് അവൻ അണോരണീയാം മഹതോ മഹീയാം. അവൻ അണുക്കളിൽ വെച്ച് അണുവും, പറയൂ, മഹത്തുക്കളിൽ വെച്ച് മഹത്വമാണ്. ഒന്നുകൂടെ പറയാം, അവൻ അണുക്കളിൽ വെച്ച് അണുവും മഹത്വക്കളിൽ വെച്ച് മഹത്വമാണ്. അവൻ അണുവായിട്ട് വരാം. വന്നൂടെ? പറയൂ, വന്നൂടെ? വരാ. ഞാൻ വാമനന്റെ അവതാരമായിരുന്നു ഇപ്പൊ അടുത്തിടെ ഉണ്ടായിരുന്നത്. അടുത്ത് വാമനൻ അവതരിച്ചു. ആരായിരുന്നു? കൊറോണ വാമനല്ലേ? ആണ്. എത്ര ചെറുതാ സാധനം, നമ്മളെ തകർത്ത് തരിപ്പണാക്കി പോയോ ഇല്ലയോ? അതിന്റെ മുന്നേയൊക്കെ ഉണ്ടായിരുന്ന അഹങ്കാരത്തിന്റെ തലയിലേക്ക് ഇട്ട് ചവിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ ഒന്നും അല്ലാന്ന് കാണിച്ചു തന്നു. നമ്മളിങ്ങനെ അഹങ്കരിച്ച് നിൽക്കുക. നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടോ അറിയില്ല, ബിരിയാണി വാങ്ങിയിട്ട് പകുതി ഇങ്ങോട്ട് കഴിച്ച് പകുതി ഒരൊറ്റ തട്ട ഒക്കെ നിന്നു. ആ കൊറോണ നമ്മളുടെ ജീവിത ഗതിവിഗതിയെ മറിച്ചോ ഇല്ലയോ? അപ്പൊ വാമനൻ അന്നല്ല വരുന്നത്, എല്ലാ കാലത്തും വരുന്നുണ്ട്. അഹങ്കാരത്തിന്റെ മണ്ടക്കിട്ട് അവൻ ചവിട്ടും, ഒരു സംശയമില്ല ചവിട്ടും. ഇതന്നാക്കി മനസ്സിലാക്കിക്കോളൂ. ഇതൊക്കെ ആ തത്വം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അണോരണീയാം മഹതോ മഹീയാം എന്ന സങ്കല്പത്തിലാണ് ആര് വരുന്നത്? വാമനമൂർത്തി. ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു കാല് മുയലകന്റെ തലയിൽ, മറ്റേ കാല് അല്പം ഉയർത്തി പിടിച്ചതായി ഇങ്ങനെ, അത് അഭയമുദ്രയാണ്. ഒരു കൈ ഇതാ ആ കാലിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഒരു കൈ. മറ്റേ കൈ ഇതാ അനുഗ്രഹമുദ്രയായിട്ട് പിറകിൽ പിടിച്ചിരിക്കുന്നു. ഇനി രണ്ട് കൈ പിറകിലുണ്ട്. അതിലൊരു കയ്യിൽ ഡമരുകമാണ്. ഡമരുകം എന്ന് വെച്ചാൽ ഡമരുകം ഉടുക്കാൻ, അത് സൃഷ്ടിയുടെ പ്രതീകമാണ്. ഒക്കെ സിമ്പലാണ്, ഒക്കെ ചിഹ്നടയാളാണ്. ഒരു കയ്യിൽ ഡമരുകം, മറ്റേ കയ്യിൽ അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സകല സംഹാരവും അവന്റെ കയ്യിലാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ മഹാദേവന്റെ, ആ പരമശിവന്റെ വലത്തെ ഭാഗം ശിവനും, ശ്രദ്ധിക്കണേ, ഇടത്തെ ഭാഗം ശക്തി അഥവാ ദേവിയുമാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് അവളെ ശിവേ സർവാർത്ഥ സാധികേ എന്ന് വിളിക്കുന്നത്. ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ലളിതാ സഹസ്രനാമത്തില് ഓം ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത ഉദ്യഭാനു സഹസ്രാവ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാര അങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക എന്ന് തുടങ്ങുന്ന ലളിതാ സഹസ്രനാമത്തിന്റെ അവസാനത്തിലും ആ ദേവിയെ ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഉപാസിക്കുന്നത്. ശിവശക്തി ഐക്യം ശിവശക്തി ഐക്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടിയാലേ ഈ ലോകമുള്ളൂ. കേൾക്കണ്ടോ ഇല്ലയോ? ശിവൻ മാത്രമാണെങ്കിൽ ഞാനും നിങ്ങളും കാണപ്പെടൂല. ഇതിലേക്കാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. നേരത്തെ നമ്മൾ കാളി ശിവന്റെ നെഞ്ചത്ത് ചവിട്ടിനടുത്ത് നല്ല ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. ഐക്യന് തിരിച്ചു പോകണം, കുംഭകർണന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. പോണ്ടേ? വേണം. ഇങ്ങോട്ട് ഒഴുകി അങ്ങനെ പോവല്ല. എങ്ങനെ? ഭീഷ്മരെ പറയാനാ പോണത്. ആ കുംഭകർണനിലേക്ക് എത്ര ഭീഷ്മരെ പറയണ്ടേ? വേണം. ഇരിക്കട്ടെ, ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അത് വലിയ സന്തോഷം. അങ്ങനെ ജാഗരൂകരായി ഇരിക്കുന്നതിനെ കൊണ്ടാണ് ഈ റൂട്ട് പോകുന്നിടത്തൊക്കെ. ഇന്നലെ ചോദിച്ചപ്പോൾ ചിലർക്കൊന്നും റൂട്ട് ഓർമ്മയില്ല. എന്താ ഞാൻ പറഞ്ഞ്? ജപ അങ്ങനെ ഇരിക്കുന്നു. അല്ല, ഇത് തമാശ പറഞ്ഞാണ്, അറിയാതിരി. ആ കാര്യമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു പ്രഭാഷണം? നന്നായിരുന്നല്ലോ. എന്താ അയാൾ പറഞ്ഞ്? എന്താ അറിയില്ല. അതുകൊണ്ട് എന്ത് കാര്യമാണ്? സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? ഒരു ഉപകാരവും ഇല്ല.
ശ്രദ്ധിക്കും, ഞാൻ പറയണങ്ങൾ കേൾക്കണ്ടോ? അപ്പൊ നോക്കൂ, ആ വാമഭാഗം ദേവിയും പറയൂ വലത്തെ ഭാഗം ശിവനുമാണ്. ഈ ശിവനും ശക്തിയും തമ്മിലുള്ള ഡാൻസ് ആണ് ഈ പ്രപഞ്ചമാകെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പീഠം, അതായത് ദേവിയുടെ പീഠം ഒന്നുകിൽ സ്ത്രീ ശിലയാണെങ്കിൽ വിഗ്രഹം പുരുഷ ശിലയാണ്. ഈ പുരുഷ പ്രകൃതി ഡാൻസ് ആണ്. മറിച്ചുമാവാം കേൾക്കണ്ടോ ഇല്ലയോ? അർദ്ധനാരീശ്വരം. അതുകൊണ്ടാണ് എന്താ പറയാ, ദേവി എവിടെ ഉണ്ടോ അവിടെ ആരുണ്ട്? ശിവണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മൂകാംബിക പോയി നോക്കിയാൽ മതി. മൂകാംബികയുടെ മുന്നിൽ ഒരു ലിംഗം കാണാം, ഒരു ശിവലിംഗം. അതിന്റെ നടുവിൽ കൂടി ഒരു സെപ്പറേഷൻ കാണാം. ആ സെപ്പറേഷൻ എന്താണെന്നറിയോ? ഒരു ഭാഗം ശിവനും ഒരു ഭാഗം ദേവിയുമാണ്. അർദ്ധനാരീശ്വര ഭാവം. ഈ അർദ്ധനാരീശ്വര ഭാവമാണ് ഈ പ്രപഞ്ചമാകെ. ഈ മൈക്രോഫോണിന്റെ ഉള്ളില് കുറച്ചുകൂടി സയൻസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ, ഇനി സയൻസാ പറയണത്. ഈ മൈക്രോഫോണിന്റെ ഉള്ളിൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എത്രയോ തവണ സ്പിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ചുറ്റും ഇലക്ട്രോണുകൾ എത്രയോ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വലിയ പതിപ്പായ ഈ ഭൂമി ഒരു മണിക്കൂറിൽ 1640 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നുണ്ട്. അത് ഉൾപ്പെട്ട സൗരയൂഥം ഏതോ ദിക്കിലേക്ക് കറങ്ങുന്നുണ്ട്. അത് ഉൾപ്പെട്ട ആകാശഗംഗ വേറെ ഏതോ ദിക്കിലേക്ക് ഓടുന്നുണ്ട്. അത് ഉൾപ്പെട്ട ബാക്കിയുള്ള എല്ലാ ഗോളങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ കോസ്മിക് ഡാൻസ് ആണ്. എന്ന് വെച്ചാൽ എനർജി ആണ് ഇതിനെ ചലിപ്പിക്കുന്നത്. ആണോ അല്ലയോ? ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് മാറ്റർ ആണ്. ഈ എനർജി മാറ്റർ ഡാൻസ് ആണ് പുരുഷ പ്രകൃതി എന്ന് പറയുന്നത്. അതിൽ എനർജി എന്ന് പറയുന്നത് ശിവനും പറയൂ, മാറ്റർ എന്ന് പറയുന്നത് ദേവിയുമാണ്. അപ്പൊ ഇത് രണ്ടും രണ്ടല്ല. പറഞ്ഞു മനസ്സിലായി? രണ്ടും രണ്ടല്ല. ഏതുപോലെ ഒരു കടലിന്റെ മുകളിൽ കൂടെ ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിൽ അങ്കലാപ്പുണ്ടാവരുത്. ഒരു കടല് ശാന്തമായി നിൽക്കുമ്പോൾ അതിന് ശിവന്ന് വിളിക്കാം. വിളിച്ചൂടെ? വലിയ കടല് ശിവമാണ്. അതിന്റെ മുകളിൽ കൂടെ മായയാകുന്ന കാറ്റടിക്കുമ്പോ കേൾക്കണ്ടോ ഇല്ലയോ? ഇതേ കടല് ശാന്തമായി നിന്നിരുന്ന ഈ കടല് തന്നെ പറയൂ എന്തായിത്തീരുന്നു? തിരമാലയായിത്തീരുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ കടലിന് എന്തായിത്തീരുന്നു? പറയൂ, തിരമാലയായിത്തീരുന്നു. മനസ്സിലാവുണ്ടോ ഈ പറയണത്? അപ്പൊ തിരമാലയും കടലും രണ്ടാണോ? ഉണ്ടല്ല? ആണോ? അല്ല. ഇത് മനസ്സിലാക്കി വെക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. കേൾക്കണ്ടോ ഇല്ലയോ? അപ്പൊ നോക്കൂ, ഈ തിരമാലകൾ ഒരുപാടെണ്ണുണ്ട്. ഒരു തിരമാല ഇവിടെ ഇരിക്കുന്നുണ്ടില്ലേ? ആഞ്ഞടിച്ചു വരുന്ന ഈ തിരമാല ഞങ്ങൾ കാണുന്നില്ലേ? മെലിഞ്ഞു നീണ്ടൊരു തിരമാല കാണുന്നില്ലേ? ഉണ്ട്. ഇവിടെ ഒരു തിരമാലതാ, അവിടെ ഒരു തിരമാലതാ, തിരമാല. ഇതൊക്കെ തിരമാലയാണ്. സത്യത്തിൽ ആ ദേവി അവിടെ ശാന്തമായി നിൽക്കുക വെച്ചാൽ ഈ തിരമാലകൾ ഉണ്ടാവുമോ? ഇതുകൊണ്ടാണ് ദേവി ഇല്ലെങ്കിൽ പറയൂ ശിവനെ കാണാൻ പറ്റില്ല, ശിവന് സൃഷ്ടിക്ക് കഴിവില്ല എന്ന് പറയാൻ കാരണം. മനസ്സിലാവുണ്ടോ? അല്ലാതെ ശിവൻ ഒറ്റയ്ക്ക് സൃഷ്ടിക്ക് കഴിയില്ല എന്നല്ല. അപ്പറഞ്ഞതിന്റെ അർത്ഥം രണ്ടും ഒന്നിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. എങ്ങനെ? ശരണ്യ ത്രംബകേ ഗൗരി നാരായണി നമോസ്തു. ഞാൻ മുഴുവിപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തമല്ലേ ഈ പറഞ്ഞത്? ആശയം വ്യക്തം. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? അങ്ങോട്ട് കയറി ചെല്ലുമ്പോ നമുക്ക് ഇതൊക്കെ മനസ്സിലായിട്ട് അവിടെ പോയി തൊഴുമ്പോ ഇത് സുഖം വേറെയാ. മനസ്സിലാവില്ലേ പറയണത്? ഇത് കറുതെ അറിയാണ്ട് ആട്ടം കാണുമ്പോൾ ബുദ്ധിമുട്ടാ. അറിഞ്ഞങ്ങോട്ട് തൊഴുമ്പോ നമ്മൾ ആനന്ദാതിരേകത്താലെ തൊഴുതു പോവും. ഇനി 2-3 കാര്യം കൂടി നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചതുണ്ട്. അതുകൂടി പൂർത്തീകരിച്ചിട്ട് ഞാൻ വീണ്ടും ഭീഷ്മരുടെ അടുത്തേക്ക് പോവാ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. അതിൽ മനസ്സിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞോ? 3 തലം ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞുവല്ലോ. ബോധം, ഉപബോധം, അബോധം. അത് ഭാരതത്തിലെ വിവക്ഷ. പാശ്ചാത്യര് ബോധവും ഉപബോധം മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കുക. സൈക്കോളജി ഒക്കെ പഠിക്കുന്നവർ ഇത് ചോദിക്കുക, എന്താ ബോധം? അങ്ങനെയൊന്നുമില്ലല്ലോ. ബി എഡ് സ്റ്റുഡൻസ് പഠിക്കുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നുള്ള പുസ്തകമുണ്ട്. ഡോക്ടർ ശിവരാജന എഴുതിയത്. അദ്ദേഹം വിളിച്ചിട്ട് എത്രയോ പരിപാടിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയിട്ടുണ്ട്. അതിൽ ഇതേ കാണുള്ളൂ, ബോധവും ഉപബോധവും മാത്രം. ബോധം, ഉപബോധം. അബോധം കാണില്ല. ഇരിക്കട്ടെ, നമുക്ക് അബോധം കൂടി ഉണ്ട്. എന്താ അബോധം? ഇങ്ങോട്ട് നോക്കിക്കോളൂ എല്ലാവരും, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ പോകണമെന്ന് വിചാരിക്കും. നിങ്ങൾ ബസ് കയറി, ഏത് സീറ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? സൈഡിലെ സീറ്റാണ്. ഉറപ്പാ, ഞാനും അങ്ങനെ തന്നെ. സൈഡിലെ എല്ലാ കാഴ്ചയും കാണണം. ഇപ്പൊ എവിടെ ഇരുന്നാലും കണക്കാം. സൈഡായാലും ഉള്ളായാലും അങ്ങനെയാണ് ഇപ്പം നമ്മളെ സ്ഥിതി. പക്ഷേ പണ്ടൊക്കെ നമ്മൾ കയറി അപ്പൊ തന്നെ ഇടിച്ച് കയറി സൈഡ് സീറ്റ് നോക്കും. കാരണം കാഴ്ചയൊക്കെ കാണണം. നിങ്ങളൊരു ബസ് കയറി ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരുപാട് കാഴ്ച അങ്ങനെ കാണുകയാണേ. എല്ലാ കാഴ്ചകളും ഉള്ളിൽ പതിയോ? ഉണ്ടില്ല. പതിയില്ലല്ലോ. അങ്ങനെ പോകുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കണ്ടു. അത് വ്യക്തിയുമാവാം. ഞാൻ വ്യക്തിയിൽ പെടുത്തണ്ട എന്നുള്ളതായിരിക്കും ആ വീട് പറഞ്ഞത്. അങ്ങനെ വ്യക്തിയിൽ ദിവസങ്ങൾ എളുപ്പം പെടുണ്ടാവും.
വീട് കാണാം. മനസ്സിലായില്ലേ? വീട് കണ്ടപ്പോൾ അതെനിക്ക് രസിച്ചു. അപ്പൊ ഞാൻ അറിയാതെ ഉള്ളിൽ പറഞ്ഞു ഹായ് എന്ന്. ആ ഹായ് എന്ന് പറഞ്ഞ ആ ചിന്ത മാത്രം എൻ്റെ അബോധ തലത്തിലേക്ക് പോയി മദർ ബോർഡിൽ അവിടെ സ്റ്റോറായി. ബാക്കിയൊക്കെ മുകളിൽ തട്ടിച്ചെതറിപ്പോയി. ബാക്കിയുള്ള കാഴ്ച 2 തെങ്ങ് 4 പറഞ്ഞ ഇതൊക്കെ നമ്മൾ ഓർക്കുവോ? ഒന്നും ഓർക്കൂല. ഒക്കെ തട്ടിച്ചെതറിപ്പോയി. ഈ ഹായ് എന്ന് പറഞ്ഞ കാഴ്ച എങ്ങോട്ട് പോയി? അബോധ തലത്തിലേക്ക് പോയി. കേൾക്കണ്ടോ ഇല്ലേ? നിങ്ങളെ സ്വാധീനിക്കുന്നത് ഇതാണ്, വേറെ ഒന്നും സ്വാധീനിക്കില്ല. ഇതിനെപ്പറ്റി ഇരുന്ന് മനസ്സിലാക്കി ആത്യന്തിക ദുഃഖ നിവൃത്തി ഉണ്ടായി ഇന്ന് വീട്ടിലേക്ക് പോകണം. അതിനാണ് ഈ സത്സംഗം. മനസ്സിലായില്ലേ? വേറെ ഒന്നും തരാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഒരു നേരം ഭക്ഷണം തരുന്നതിലും അപ്പുറമാണ് എന്ത്? അത് ശരിയാണോ അല്ലയോ? എനിക്ക് സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ അതിലപ്പുറം വേറെ വല്ലവും വേണോ? പറയൂ, വേറെ വല്ലവും വേണോ? അതുകൊണ്ടാണ് ജ്ഞാനദാനമാണ് ഏറ്റവും വലുത്, അന്നദാനമല്ല. എന്താണ്? ജ്ഞാനം കൊടുക്കുക, അറിവ് കൊടുക്കുക. അറിവ് കൊടുത്താൽ അവർ രക്ഷപ്പെട്ടു പോയിക്കോളും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കുറച്ചുകൂടി മുന്നോട്ട് പോയി നമ്മളെ വണ്ടി മുന്നോട്ട് പോയപ്പം ഒരു ബൈക്കാരൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഒരു കാറ് വന്ന് ആ ബൈക്കിന് ഇടിക്കുകയാണ്. ബൈക്കിന്റെ ബാക്കിൽ ഇരുന്നയാൾ ആകാശത്തേക്ക് തെറിച്ചുപോയി. അയാൾ തലയടിച്ച് റോട്ടിൽ വീഴുകയാണ്. തല 2ആയിട്ട് പിളരുന്നത് നമ്മളിങ്ങനെ കാണുകയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ എന്ത് ചെയ്യും? ചെവി ഇങ്ങനെ ഇങ്ങോട്ട് പൊത്തിയിട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങോട്ട് അടച്ചിട്ട് ഹോ എന്ന് പറയോ ഇല്ലയോ? ഹോ എന്ന് പറഞ്ഞ കാഴ്ച എങ്ങോട്ട് പോവും? പറയൂ, എങ്ങോട്ട് പോവും? അബോധ തലത്തിലേക്ക് പോവും. ബാക്കിയൊന്നും നിങ്ങളെ സ്വാധീനിക്കില്ല. ഈ 2 കാഴ്ചയും മരിക്കുന്നത് വരെ, പറയൂ, മരിക്കുന്നത് വരെ നിങ്ങളുടെ അബോധ മനസ്സ് സ്റ്റോർ ചെയ്ത് വെക്കും. അത് രാത്രി ഇങ്ങനെ ചിലപ്പോൾ പൊടിപ്പും തൊങ്ങലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാട്ടിത്തരുന്നതിനെയാണ് സ്വപ്നം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മറന്നുപോയാലും അബോധ മനസ്സിൽ നിങ്ങൾ പണ്ട് കണ്ട ഒരു വീടിന്റെ പ്രിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പണ്ട് കണ്ട ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ പ്രിന്റ് ഉള്ളിലുണ്ടാവും. അതിനങ്ങനെ വെച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് കാട്ടിത്തരും. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഒരു വീട് നിങ്ങൾ ഉണ്ടാക്കുന്നു സ്വപ്നത്തിൽ. വീട് ഇങ്ങനെ ഉണ്ടാക്കി അതിന്റെ മട്ടുപ്പാവ് കൂടങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു. നിങ്ങളെ കുട്ടി, അപ്പൊ നിങ്ങൾ അന്നേരം കല്യാണം കഴിച്ചില്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. സ്വപ്നം കഴിപ്പിച്ചോളൂ. നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല, 10-25 കുട്ടികൾ അന്നേരം ഉണ്ടായിട്ടോ. നിങ്ങൾ ചെറിയ കുട്ടീന്റെ ബാക്കിൽ നിങ്ങൾ ഓടുകയാണ്. ഇതൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് കാണിച്ചു തരാണ്. ഓടുമ്പോ ആ കുട്ടി നിങ്ങൾ പറയണ കേൾക്കാണ്ട കോണി ഇറങ്ങി, നിങ്ങൾ അതിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി, അത് വീണു, നിങ്ങളും തല കുത്തി വീണു. അയ്യോ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണ് തുറന്നു നോക്കുമ്പോ വീട്ടിൽ അച്ഛനും അമ്മയും ഡോറിന്റെ അടുത്ത് വന്നിട്ട് എന്താ അലർന്ന്? അപ്പോഴാണ് കട്ടിലിന്റെ മുകളിൽ നിന്ന് താഴ്ത്ത് വീണിട്ട് കയ്യും കാലും ഇട്ട് പിടയ്ക്കുകയാണ്. എന്താ? കോണീന്റെ മുകളിൽ നിന്ന് വീണുപോയതാ. അപ്പൊ മുന്നേ ഉള്ളിൽ പതിഞ്ഞുപോയ, എന്നാൽ പിന്നീട് നിങ്ങൾ മറന്നു പോവുകയും അബോധ മനസ്സ് മറക്കാതിരിക്കുകയും ചെയ്ത സാധനത്തെ, പറയൂ, പൊടിപ്പും തൊങ്ങലും വെച്ച്, അതായത് അത് പിന്നെ ഇമാജിനേഷനാണ്, വെച്ചിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരുന്നതിനെയാണ്, പറയൂ, കാട്ടിത്തരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്വപ്നം എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ബോധതലം, പറയൂ, ഉപബോധതലം. അപ്പൊ ഏതാ പ്രധാനം? അബോധതല. ഈ ബോധവും ഉപബോധവും കഴിഞ്ഞിട്ടൊരു തലം ഉണ്ടത്രേ, അബോധതലം. അതെന്താ? അത് നോക്കൂ. സ്വപ്നം കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കുണ്ട്, ഉണ്ടോ ഇല്ലയോ? സ്വപ്നം കഴിഞ്ഞാൽ ഒരു ഉറക്കുണ്ടോ ഇല്ലയോ? നമ്മളെ ആരെടുത്തുണ്ടോയാലും കൂടി നമ്മളറിയില്ല. അങ്ങനത്തെ ഉറക്കല്ലേ? ഇല്ലേ? ഉണ്ട്. ആ ഉറക്കത്തിലാണ് നമ്മൾ സുഖം അനുഭവിക്കുന്നത്. അല്ല, അതെങ്ങനെ ഓർമ്മയില്ലാണ്ട് എന്ത് സുഖം അനുഭവിക്കാനാ? അതൊരു ഓർമ്മയില്ലല്ലോ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്ന അമ്മേനോട് പറയും എന്ത്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഭർത്താവിനോട് ഭാര്യനോട് ആരോടെയും പറയും എന്ത്, ഇന്നലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങിയിട്ടോന്ന്. അപ്പൊ സുഖം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെ കൊണ്ടല്ലേ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നത്? ശരിയാണോ അല്ലയോ? ആ സുഖം നമ്മൾ അനുഭവിക്കുന്നതിനെ കൊണ്ടല്ലേ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയില്ലേ? പറയുവോ? മുണ്ടണില്ല. കസേര പോയില്ലേ? ഇവിടെ ഇരുന്നോളൂ, ഇവിടെ ഇരുന്നോളൂ. തൽക്കാലം ഇനിയിപ്പോൾ കസേര തേടി ഇറങ്ങാൻ നടക്കില്ല. എന്തേ പറഞ്ഞു? ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വഴിപാടൊക്കെ നടത്തേണ്ടി വരും. ഒരുപാട് കാര്യങ്ങളുടെ വൈന് വന്നതാവും. പെട്ടെന്ന് ഇവിടെ വന്നിട്ടാ കേൾക്കുക. ഇന്നലെ കോഴിക്കോട് നിന്ന് ഒരു കൂട്ടർ അവിടെ വന്നത്. അപ്പം എന്നോട് പോകുമ്പോൾ പറഞ്ഞു, നാളെ പറയാനുള്ളത് ഒന്ന് ചുരുക്കിക്ക് പറഞ്ഞു തരിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നോട്. അപ്പൊ കേൾക്കണം, താല്പര്യമുണ്ട്. അങ്ങനത്തെ മഹത്തുക്കൾ വരും പല കാലത്തൊന്നും. അപ്പൊ ഇവിടെ വരുമ്പോൾ കേൾക്കുക. അപ്പൊ എന്താ ഒന്ന് കേട്ടിട്ട് പോവാ. അപ്പൊ പിറ്റേന്ന് വരാൻ കഴിയില്ല, കാരണം അത്രയും ദൂരത്ത് നിന്ന് സ്ത്രീകൾക്ക് പരിമിതിയുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഇന്നലെ അവർ വന്നിട്ട് എന്നോട് ചോദിച്ചത്, നാളെ പറയാൻ പോണ അതൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട്. ശരി, വരട്ടെ. എന്താ ഇവിടെ പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞു? പോയി. ഇതിനെയാണ് ഭാരതം വിളിച്ച പേര്. ശ്രദ്ധിക്കണേ, ഭാരതം വിളിച്ച പേര് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ 3 ഇനി മഹാരഥന്മാര്, ജാഗ്രത് പറഞ്ഞാൽ പുണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം എന്ന് വെച്ചാൽ രാത്രിത്തെ അവസ്ഥ, സുഷുപ്തി
ആ മനസ്സ് നിന്ന് നമ്മൾ ഉറങ്ങണ അവസ്ഥ ഉണ്ടോ ഇല്ലയോ? ഞാനെന്ന നീഹാര ബിന്ദുവിൽ അലിഞ്ഞു ചേരുമ്പോഴാണത്രേ ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത്. ആ ഉള്ളിലാണ് സുഖം, ഉള്ളിലാണ് ആനന്ദം, ഉള്ളിൽ തന്നെയാണ് എല്ലാ കഴിവും. പുറത്തൊന്നും തേടേണ്ടതില്ല. ഈ പുറത്ത് നിങ്ങൾ സൗന്ദര്യം സുഖമൊക്കെ തേടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ഇന്നലെ നമ്മൾ പറഞ്ഞു അതിനെ വിളിക്കുന്ന പേരെന്താ? ഇക്കിളി. പുറത്ത് നിങ്ങൾ സുഖം, അവളിലാണ് സുഖം, അവനിലാണ് സുഖം നിങ്ങൾ തെറ്റിദ്ധരിച്ചുവെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? അത് ചൊറിയിൽ മാന്തന പോലെയാണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഉണ്ടോ ഇല്ലേ? ഉറപ്പിക്കണേ, ഉള്ളിൽ നിങ്ങൾ കേൾക്കുണ്ടോ? ഉറപ്പിച്ചോ നിങ്ങള്? ശരി, വരട്ടെ. ഇനി നമുക്ക് മുന്നോട്ട് നടക്കണം. മഹാരഥന്മാർക്ക് ഇതിന്റെ അപ്പുറത്തേക്കും ഒരു തലമുണ്ട്. തപസ്സികൾക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു തലമുണ്ട്. നിങ്ങൾക്കും എനിക്കും ജാഗ്രതും പറയൂ, സ്വപ്നവും പറയൂ, കുംഭകർണനെ പോലെ സുഷുപ്തിയെ കിട്ടുകയുള്ളൂ. പക്ഷെ അതിന്റെ മുകളിലേക്ക് വേറൊരു തലമുണ്ട്. ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോ പോലും എന്താ പറയാ, സുഷുപ്തിയാവസ്ഥയിൽ നമ്മൾ അനുഭവിച്ച സുഖം അനുഭവിക്കാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരുണ്ട്. അവർ തപസ് നേടിയിട്ട് ഇതിനെ ഒതുക്കിയവരാണ്. കേൾക്കണ്ടായില്ലയോ? കേൾക്കണ്ട. അതിനെ വിളിക്കുന്ന പേരാണ് തുരിയാവസ്ഥ. ശ്രീരാമകൃഷ്ണവംശരൊക്കെ അങ്ങനെയായിരുന്നു അത്രേ. ശ്രീരാമകൃഷ്ണവംശരൊക്കെ അങ്ങോട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല അത്രേ. ആനന്ദത്തിലേക്ക് 5-6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ അങ്ങോട്ട് പോവുകയാണ് അത്രേ ചെയ്യുക. കൊറ്റിയെ കണ്ടാൽ മതി അത്രേ, മൂപ്പര് മോഹാലസ്യപ്പെട്ട് വീഴും അത്രേ. ആര്? വിവേകാനന്ദന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ മഹാരാജ് വീണുപോകും, ആനന്ദത്തിൽ വീണുപോകും. അപ്പം ഇദ്ദേഹം ഒരിക്കല് സത്സംഗം നടത്തുകയാണ്. ആര്? ശ്രീരാമദേവൻ സത്സംഗം നടത്തുമ്പോൾ അതിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അത് കേൾക്കാൻ വേണ്ടി വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കള്ളൂടിയനും ഉണ്ടായിരുന്നു. അപ്പൊ ഇയാള് ശ്രീരാമകൃഷ്ണദേവൻ കുറച്ചങ്ങോട്ട് സംസാരിച്ചിട്ട് പിന്നെ അയാൾ ആനന്ദാവസ്ഥയിലേക്കാണ് പോയി, സമാധിയിലേക്ക് പോയി. അപ്പൊ ഇതിങ്ങനെ നോക്കിക്കാണ് എല്ലാവരും. കുറെ നേരം പിന്നെ ഇയാൾ മിണ്ടണില്ല. 5-6 മണിക്കൂറൊന്നും അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് പോയി. അങ്ങനെയാണല്ലോ. അപ്പൊ പ്രഭാഷണം നിന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് പോകും. പോയില്ലയോ? കള്ളൂടിയൻ അവിടെ ഇരുന്നു. കള്ളുടിയൻ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഇയാൾക്ക് സ്വബോധത്തിലേക്ക് ഇയാൾ വന്നപ്പം, ഈ ആനന്ദാവസ്ഥയിൽ നിന്ന് തുര്യത്ത് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ പതുക്കെ അങ്ങനെ നിരങ്ങി ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് ശ്രീരാമകൃഷ്ണദേവനോട് ചുവട്ടിലൊരു സ്വകാര്യം ചോദിച്ചു അത്ര. എന്താ സ്വകാര്യം എന്നറിയോ? ഇതേതാ ബ്രാൻഡ് എന്നാ ചോദിച്ചത്. നിങ്ങൾ അടിച്ച ബ്രാൻഡ് ഏതാ? ഞാൻ ഈ ആനമയ്ക്ക് മുഴുവൻ കുത്തിക്കലക്കി കുടിച്ചിട്ടും 1 മണിക്കൂർ കിട്ടിയിട്ടില്ല. നിങ്ങൾ 5-6 മണിക്കൂർ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരില്ല. ഇതേതാ ബ്രാൻഡ് എന്ന് ചോദിച്ചു അത്രേ. ശ്രീരാമകൃഷ്ണദേവൻ അതിന് പറഞ്ഞു മറുപടി എന്താണെന്നറിയോ? അതൊന്ന് കാത് കൂർപ്പിച്ച് കേൾക്കൂ. ആ മറുപടി കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ദഹിക്കണില്ലേ? ഞാൻ പറയുന്നത് ദഹിക്കണില്ലേ? ശ്രീരാമകൃഷ്ണദേവൻ അതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? മോനെ കുട്ട, ഇതാണ് ആത്മീയതയുടെ ബ്രാൻഡ് എന്നാ. ഇത് അടിച്ചോനും മദ്യചഷക ആവശ്യമില്ല. ഉണ്ടോ? ഞാൻ ആനന്ദമാണെന്ന് മനസ്സിലാക്കിയ പിന്നെ നിങ്ങൾ മദ്യത്തിന്റെ പിറകെ പോവോ? മിണ്ടണില്ല. പോവോ? ഞാൻ ആനന്ദമാണെന്ന് മനസ്സിലാക്കി എന്റെ ചുണ്ടിൽ പുക ഉണ്ടാവുമോ? എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഞാൻ ആനന്ദ സ്വരൂപനാണെന്ന് തിരിച്ചറിയണം. ആനന്ദത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ശൃണ്വന്തു വിശ്വോ അമൃതസ്യ പുത്ര, ആനന്ദത്തിന്റെ കിടാവേ, ഇത് തിരിച്ചറിയണം. എല്ലാവരും കൂടെ പോരുണ്ടെന്നാണ് വിചാരിക്കണത്. ഇത് തത്വം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ആ ആത്മാരാമൻ ആനന്ദരാമനായിരുന്നു ആര്? ശ്രീരാമചന്ദ്രമൂർത്തി. എവിടെയും ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടം ഇല്ലാണ്ട് നിന്നത് ആനന്ദമായതുകൊണ്ടാ. ശരിയാണോ അല്ലയോ? എന്തേ രാവണൻ അങ്ങനെ പിടച്ചത്? ഈ ആനന്ദത്തിലേക്ക് കടന്നിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ വണ്ടിന്റെ മാതിരി പോവുകയാണ്, ബഹളമായ. അതുകൊണ്ടാ നിൽക്കുന്നില്ല. ആ വണ്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. ബോധം വന്നില്ല. ഇരിക്കട്ടെ. ഇനി തിരിച്ച് അങ്ങോട്ട് വരികയാണ്. അപ്പൊ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, അവസാനത്തെ എന്താ പറഞ്ഞ? തുരീയം. അതായത് മഹാരഥന്മാർക്കുള്ളതൊക്കെ തുരീയമാണ്. അതായത് ശ്രീരാമകൃഷ്ണദേവൻ, അതേപോലെ തന്നെ രമണ മഹർഷി, ഇവരൊക്കെ തുര്യാവസ്ഥയിലുള്ളവരാണ്. കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ശ്രീശുകൻ തുര്യാവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്ഥലകാല ബോധം തന്നെ ഇല്ലായിരുന്നു. ആടെ ഇറങ്ങി നടക്കുകയാണ്. കേൾക്കണ്ടേ ഇല്ലയോ? സ്ഥലകാല ബോധം ഇല്ലായിരുന്നു. തുര്യാവസ്ഥയാണ്. നന്നാക്കി മനസ്സിലാക്കണം. അപ്പോഴേ ഭാഗവതം മനസ്സിലാവുള്ളൂ. ഒക്കെ ഒന്ന് പഠിച്ചു നോക്കൂ. ഇരിക്കട്ടെ. ഇനി അങ്ങോട്ട് വരട്ടെ. എന്തേപ്പോടെ പറഞ്ഞു ഞാൻ ഇവിടെ? ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോയി. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഭീഷ്മരെ കുറിച്ചാ. ഭീഷ്മരും കുംഭകർണനും ഏകദേശം ഒരേപോലെ തെറ്റ് ചെയ്തോരാ. ഇനി ഭീഷ്മരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. ഭീഷ്മര് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മലർന്നു കിടക്കുക. 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത് വെച്ചാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീതോപദേശിച്ചത്. അവിടെ പോയി നിന്നിട്ടുണ്ട് ഞാൻ. ഗീതോപദേശിന് സാക്ഷിയായി നിന്ന വടവൃക്ഷത്തിന്റെ കുട്ടിയുടെ കുട്ടി ഇന്നുണ്ട് അവിടെ.
നിങ്ങൾ കേൾക്കട്ടോ പറയണത്. അതിന്റെ ഒരു അല്പ ഇപ്പുറത്തേക്ക് മാറിയിട്ട് ഭീഷ്മകുണ്ഠ് എന്ന് പറയുന്ന സ്ഥലം കാണാം. അവിടെയാണ് ഭീഷ്മർ താഴേക്ക് വീണുപോയത്, ശരമേറ്റ് താഴേക്ക് വീണുപോയത്. ശ്രദ്ധിക്കണ്ടോ ഞാൻ പറയണത്? താഴേക്ക് വീണുപോയ ആ സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ തല അങ്ങനെ നിലത്തേക്ക് വീണെടുക്കുന്നു. ശരീരത്തിൽ മുഴുവൻ അസ്ത്രം കൊണ്ടു, തലയ്ക്ക് സപ്പോർട്ടില്ല. അപ്പൊ അർജുനോട് പറഞ്ഞു, അർജുന എനിക്ക് ഒരു സപ്പോർട്ട് വേണം തലയ്ക്ക്. ആ തലേന്റെ അടിയിൽ എന്ത് ചെയ്തു? 3 അസ്ത്രം കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ഇങ്ങനെ 50-ൽ പരം ദിവസം അവിടെ കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇദ്ദേഹം സ്വച്ഛന്ത മൃത്യുവല്ലേ എന്ന്. സ്വച്ഛന്ത മൃത്യുവാണ്. പക്ഷെ അയാൾ ഉത്തരായനം കാത്ത് കിടന്നു എന്നാണ് നിമിത്തമായിട്ട് പറയുന്നത്. സത്യത്തിൽ അതല്ല, അയാൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു എന്നാണ് പറയേണ്ടത്. അതാണ് കാണിച്ചു തരാൻ പോണത്. കുംഭകർണനും അത് തന്നെയാണ് സംഭവിച്ചത്. ഭീഷ്മർക്ക് എന്താ സംഭവിച്ചത് നമുക്കൊന്ന് കാണുകയല്ലേ. അങ്ങനെ ഭീഷ്മർ ഇങ്ങനെ മലർന്നു കിടക്കുകയാണ്. എവിടെ? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ, ശരശയ്യയില്. എത്ര ദിവസം? 50-ൽ പരം ദിവസം. കേൾക്കണ്ടേ? 50-ന്റെ മുകളിൽ. എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളോട് മോർച്ചറിയിൽ ചെന്നിട്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ ചെന്നിട്ട് 2 ശവത്തിന്റെ ഇടയിൽ കുറച്ച് സമയം ഒന്ന് കിടക്കുവോ? ഞങ്ങൾ കിടക്കുവോ? കാണുന്ന തന്നെ പേടിയാന്ന് പറയും. കിടക്കുവോ? നിങ്ങൾ കിടക്കുവോ? ഞാൻ കിടക്കില്ല. എന്നാൽ ഇത് ശവത്തിന്റെ ഇടയിലും അല്ല. കൈയറ്റിപ്പുറത്ത് കിടക്കുന്നുണ്ട്, തലപ്പുറത്ത് കിടക്കുന്നുണ്ട്, ശരീരപ്പുറത്ത് കിടക്കുന്നുണ്ട്, രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്, കഴുകന്മാരിതൊക്കെ കൊത്തി വലിക്കുന്നുണ്ട്. ഇതിന്റെ നടുവിലാണ് ആര് മലർന്നു കിടക്കുന്നത്? രാത്രി കുറുനരികൾ ഇത് വലിക്കുന്നുണ്ട്. രാത്രിയും കിടക്കുന്നുണ്ട്, പറയൂ, പകലും കിടക്കുന്നുണ്ട്. ഇത്ര ഭീകരമായ ചിത്രം വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? നരകത്തിൽ ഇത്ര ഉണ്ടാവുമോ? നിങ്ങൾ പറയൂ. ഇങ്ങനെ കിടക്കണം. അപ്പൊ ചെയ്തു കൂട്ടിയതിന്റെ പരിണിത ഫല അനുഭവിക്കുന്നത്. ശരിയാണോ അല്ലയോ? ചെയ്തു കൂട്ടിയതിന്റെ റിസൾട്ട് അനുഭവിക്കുന്നത്. ഇതെങ്ങനെ റിസൾട്ട് എന്ന് മുഴുവൻ കാണിച്ചാൽ അതിനാ പോണത്. കുംഭകർണനും അത് തന്നെയാണ് പറ്റിപ്പോയത്. കാരണം എന്താ? സഹോദരനോട് ചേർന്ന് നിന്നതാ പറ്റിച്ചത്. ധർമ്മത്തോട് ചേർന്ന് നിൽക്കണമായിരുന്നു. സഹോദരൻ ധർമ്മപക്ഷത്ത് അല്ലെങ്കിൽ അയാളെ തള്ളിക്കളയണം, എന്നിട്ട് ധർമ്മത്തെ ചിന്തിക്കണം. ആരോടാ ഇപ്പൊ ഞാനിതൊക്കെ പറയണത്? നിങ്ങൾ എന്നെ കേൾക്കണുണ്ടോ? ആ സമയത്ത് അവിടെ രസകരമായ ഒരു സംഭവം നടക്കുകയാണ്. എന്താ സംഭവം? ഭീഷ്മർ വല്യച്ഛനല്ലേ? കാരണവരല്ലേ? ആരുടെ? പഞ്ചപാണ്ഡവന്മാരുടെ. കൗരവന്മാർക്ക് എന്ത് അയച്ചളൊക്കെ നശിച്ചു തീർന്നുണ്ട്. പഞ്ചപാണ്ഡവന്മാരുണ്ട് അവിടെ. നിങ്ങൾ കേൾക്കണ്ടില്ല? അവർ വല്യച്ഛനെ കാണാൻ വേണ്ടി പോയി. പണ്ട് അങ്ങനെയാണ്, വല്യച്ഛൻ വയ്യാതെ പറഞ്ഞാൽ ഒന്ന് കാണാൻ പോകും. പണ്ട് മുന്തിരി ആപ്പിളൊക്കെ കൊണ്ടിട്ടാ പോവുക. ഇപ്പൊ മുന്തിരി ആപ്പിളൊന്നും, ഇപ്പൊ നിങ്ങൾ വല്യച്ഛനെ കാണാൻ വേണ്ടി മുന്തിരി ആപ്പിളെ കൊണ്ടുപോവോ? ഉണ്ടാതെ പോയിക്കോളി ഓടുന്നു. പണ്ട് നമ്മൾ മുന്തിരി ആപ്പിൾ. ഇപ്പൊ എന്താ വെച്ചാലും വാട്സാപ്പിലൂടെ മുത്തശ്ശൻ ഇങ്ങനെ കുറച്ചെണ്ണം ഇട്ട് കൊടുക്കും. കാരണം എന്താ? കടക്കട്ട മുത്തശ്ശാന്നാ. കുറച്ചുകൂടി സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് അതിൽ, അതും വിട്ടു കൊടുക്കും. അപ്പൊ അത് കണ്ട് പേടിച്ച് എത്തുകയുണ്ടാവും. അതെന്താന്ന് അതിന് മനസ്സിലായിണ്ടാവില്ല. പണ്ട് മുന്തിരി ആപ്പിളും ഒക്കെ കൊണ്ടു കൊടുക്കും ആ മുത്തശ്ശന്. ആ മുന്തിരിന്റെ ആപ്പിളിന്റെ വേറെ പല ഫ്രൂട്ട്സിന്റെ ഒരു കൂമ്പാരം ഉണ്ടാവും. ഇങ്ങനെ ഇത് ഞാൻ തമാശക്ക് പറഞ്ഞാണ്. ആരെ കാണാൻ വേണ്ടി പോയി? ഭീഷ്മരെ കാണാൻ വേണ്ടി പോയി. ശ്രദ്ധിക്കണേ, ഇത് നന്നാക്കി ശ്രദ്ധിക്കണം. ഭീഷ്മരെ കാണാൻ വേണ്ടി പോയപ്പോ രസം എന്താ വെച്ചാല്, അവിടെ ചെന്നപ്പം പഞ്ചപാണ്ഡവന്മാരുണ്ട്, ഒപ്പം പാഞ്ചാലിയുണ്ട്. 5 ഭർത്താക്കന്മാരും 1 ഭാര്യ. നിങ്ങൾ കേൾക്കണ്ടോ? 5 ഭർത്താക്കന്മാര് 1 ഭാര്യ. ഇവരിങ്ങനെ നടന്നു പോകുമ്പോ കൃഷ്ണനൊപ്പം കൂടി. ആരൊപ്പം? ഇവരെപ്പം. എന്താ കാരണം എന്നറിയോ? പാഞ്ചാലിക്ക് അവിടുന്ന് 8ന്റെ പണി കിട്ടുന്ന ആർക്കറിയാ? ഭഗവാൻ അറിയാം. എവിടെയൊക്കെ പാഞ്ചാലി കഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. അത് സാധനയുടെ ഫല. ജന്മത്തിലെയോ അല്ലെ മുൻ ജന്മത്തിലെയോ? നിങ്ങൾ കേൾക്കണ്ടായില്ലേ? തികഞ്ഞ സാധനയുടെ ഫല ഒപ്പുണ്ടാവും. ഒരു വംശമില്ല, ഒപ്പുണ്ടാവും. അതായത് ഏകവസ്ത്രയായ പാഞ്ചാലിയുടെ വസ്ത്രം പിടിച്ചു വലിക്കുമ്പോ, രജസ്വലയായ ഏകവസ്ത്രയായ പാഞ്ചാലിയുടെ വസ്ത്രം പിടിച്ചു വലിക്കുന്ന സമയത്തും അവൾക്ക് കൂട്ടായി നിന്നവൻ അവനാണ്. ഒരു സംശയമില്ല, അവനാണ്. ആണോ അല്ലയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? മഹാഭാരതത്തിൽ 23-ലധികം സ്ഥലത്ത് പാഞ്ചാലി വസ്ത്രാക്ഷേപം ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാവുന്നുണ്ട്. അന്ന് ചാനലില്ലാത്ത കാല. ഒരു സ്ത്രീയുടെ നേരെ അതിക്രമം ഉണ്ടാകരുതെന്ന് എത്ര ഗൗരവതരമായിട്ട് ആര് ചിന്തിച്ചു? ഭാരതം ചിന്തിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കണം. അവളുടെ നേരെ കയ്യോങ്ങരുത്. അതാണ് മഹാഭാരത യുദ്ധത്തിന്റെ കാരണം. ആണോ അല്ലയോ? പാഞ്ചാലിയുടെ ഏകവസ്ത്രയായ രജസ്വലയായ അല്ലാത്ത സ്ത്രീയുടെ നേരെ കയറരുത്. ആ സ്ത്രീയുടെ എന്താ പറയാ വസ്ത്രം പിടിച്ചു വലിക്കുകയാണ്. ഇതല്ലേ കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായത്? പറയൂ, ആണോ അല്ലയോ? ഈ മറ്റേടത്ത് എന്താ സംഭവിച്ചത്? രാമായണത്തിൽ എന്താ സംഭവിച്ചത്? സീതയെ ബലാത്കാരേണ പിടിച്ചോണ്ടേ, ശരിയല്ലേ? അവൻ ഏത് കലയുള്ളവനാണെങ്കിലും താഴേക്ക് വീഴും. വീഴുകയില്ലയോ? 64 കലകൾക്കുടമയായിരുന്നു രാവണൻ. താഴേക്ക് വീഴും. കേൾക്കണ്ടോ ഞാൻ പറഞ്ഞത്? കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കൂ, നന്നായിട്ട് ശ്രദ്ധിക്കൂ. നട്ടലൊക്കെ നിവർത്തിയിരുന്ന് ശ്രദ്ധിക്കൂ. അപ്പൊ പാഞ്ചാലി പോണ്ട്, പഞ്ചപാണ്ഡവന്മാരുണ്ട്, പിന്നെ ആരുണ്ട്?
കൃഷ്ണനും ഉണ്ട്. ഒപ്പം അങ്ങനെ പോണ സമയത്ത് അവിടെ എത്തി. എവിടെ എത്തി? ഭീഷ്മരെടുത്തെത്തിയപ്പം പാഞ്ചാലിന്റെ നിഴല് ഇങ്ങോട്ട് കാണലും ആണ്. ഈ പെണ്ണുങ്ങളെ നിഴല് കണ്ട അപ്പോഴേക്ക് ഭീഷ്മർ ധർമ്മം ഉപദേശിക്കാൻ തുടങ്ങി. പാഞ്ചാലി അങ്ങനെ ചെയ്യരുതിട്ടോ, അങ്ങനെ ചെയ്യണം, മറ്റേത് ചെയ്യരുതിട്ടോ, മറിച്ച് ചെയ്യണം, അങ്ങനെ ആവരുതിട്ടോ, അങ്ങനെ ആവണം, ഇങ്ങനെയൊക്കെ ആരോട് പറയാൻ തുടങ്ങി? പാഞ്ചാലിനോട് പറയാൻ തുടങ്ങി. അപ്പൊ പാഞ്ചാലി സാധാരണ ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഉപദ്രവിക്കരുത്. സ്ത്രീകള് പൊതുവെ കാകദൃഷ്ടികളായിരിക്കും അത്ര, കാക്കേന്റെ നോട്ടായിരിക്കും അത്ര സ്ത്രീകൾക്ക് ഉണ്ടാവുക. പുരുഷന്മാരങ്ങനെയല്ല, ഇറ്റൾ ഇങ്ങനെ നോക്കി അങ്ങ് പോവുക ചെയ്യുക. അപ്പൊ നിങ്ങളൊരു കല്യാണ ഹാളിലേക്ക് കയറിയാൽ പുരുഷന്മാരെന്താ ചിന്തിക്കാന്നറിയോ? ഇതെപ്പോഴാ വീഴുക, ഏത് മൂലക്കൽ നിന്നാലാണ് സേഫ്, സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് എപ്പോഴും ആര് ചിന്തിക്കുക? ആണുങ്ങൾ ചിന്തിക്കുക. പെണ്ണുങ്ങൾ അങ്ങനെയല്ല അത്ര, അവളെ സാരി ഇവളെ സാരി മറ്റേ സാരി കളകളാറിന് അങ്ങോട്ട് പോവുക ചെയ്യുക, ഒരൊറ്റ പോക്കാണ്. ഇതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കാകദൃഷ്ടി പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ കാക്കേന്റെ നോട്ടങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ആണുങ്ങൾ പറഞ്ഞാൽ പെണ്ണിനെ കണ്ട് അങ്ങനെ നോക്കിയായിട്ട് പോകും, പെണ്ണങ്ങനെ നോക്കൂല. അന്നേരം താഴത്തേക്ക് നോക്കിയായിട്ട് പോകും, കുറച്ചപ്പുറത്ത് എത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. സത്യം. ഇതിനെയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കാക്ക മരത്തിന്റെ മുകളിൽ ഇരുന്ന് നോക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ നോക്കുക? ഇങ്ങനെ നോക്കല്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ടൊരു നോട്ടം. ഇതാണ് കാകദൃഷ്ടി. അത് വേണം സ്ത്രീക്ക്. കാരണം നിങ്ങൾ കേൾക്കണ്ടോ? അത് വേണം. എന്താ കാരണം? ഒരു കുടുംബത്തെ നിലനിർത്തുന്നത് പുരുഷനല്ല, സ്ത്രീയാണ്. അല്ല, വീട്ടിലൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അക്ഷരം പ്രതി കാണാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഒരു കുടുംബത്തെ നിലനിർത്തുന്നത് സ്ത്രീയാണ്. കാരണം എന്താ? അപ്പൊ അവൾക്ക് കാകദൃഷ്ടി, കുറച്ച് കൗശല ബുദ്ധി വേണം ആ കുടുംബത്തെ നോക്കാൻ. ആ കൗശല ബുദ്ധിയിലേക്ക് പോയത് തന്നെ. അപ്പൊ ആ കൗശല ബുദ്ധി സ്ത്രീക്കുണ്ട്, സ്വാഭാവികമായിട്ട് കൊടുത്തതാണ്. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? ഈ കാകബുദ്ധി ഉള്ളവളായിരുന്നു ആര്? പാഞ്ചാലി. ഒട്ടനെ ഭീഷ്മര് ധർമ്മം ഉപദേശിക്കാൻ തുടങ്ങിയപ്പം പാഞ്ചാലിക്ക് ചിരി വന്നു. ചിരി വന്നപ്പോ ചിരി അടക്കി പിടിക്കാനും, കാരണവരെ മുന്നിൽ നിന്ന് ചിരിക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറയും അന്നത്തെ കാലത്ത് ഇന്ന് ആരെ മുന്നിലും ചിരിക്കാൻ ഒരു പ്രശ്നമില്ല ഉണ്ടോ? ഇല്ല. അന്ന് ചിരിച്ച ബുദ്ധിമുട്ടാ. അപ്പൊ കാരണവരുടെ മുന്നിൽ ചിരിക്കാറുള്ള ബുദ്ധിമുട്ടാ. അപ്പൊ ചിരി വരികയും ചെയ്തു. ചിരി ഇങ്ങനെ എന്ത് ചെയ്തു വെച്ചാല് പാഞ്ചാലി ഇങ്ങനെ വന്നത് ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ ചിരിച്ചു പോയി. അപ്പൊ 5 ഭർത്താക്കന്മാരിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അന്നേരം ഭീഷ്മരെ മുന്നിൽ വെച്ച് ഒന്നും പറഞ്ഞില്ല. ആരെയൊന്നും നോക്കി? പാഞ്ചാലിനെ ഒന്ന് നോക്കി. വീട്ടിലെത്തട്ടി അന്നെ റെഡിയാക്കി തരാന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ഉണ്ടല്ലോ, കല്യാണ വീട്ടിൽ എന്തെങ്കിലും എവിടെയെങ്കിലും അബദ്ധം കാട്ടിക്കഴിഞ്ഞാൽ ഭാര്യനോട് അന്നേരം ഒന്നും പറയില്ല. ആൾക്കാരെ മുന്നിൽ നിന്ന് വളരെ ഡീസൻ്റാ. റെഡിയാക്കി തരാം. വീട്ടിലെത്തിയിട്ട് പിന്നെ പോയി ഇരിഞ്ഞതല്ലായിരിക്കും. അപ്പൊ കൃഷ്ണന് കാര്യം പിടികിട്ടി. വീട്ടിൽ പോയാൽ, കൊട്ടാരത്ത് പോയാൽ ആരെ കാര്യം പോക്കായിരിക്കും? പാഞ്ചാലിയില്ല. ഒട്ടനെ കൃഷ്ണൻ ഉറക്കെ ചോദിച്ചു അത്രേ. കാരണം കൃഷ്ണൻ ആരെ രക്ഷിക്കണം? പാഞ്ചാലിയെ രക്ഷിക്കണം എന്ന് മാത്രമല്ല, പാഞ്ചാലിനെ കൊണ്ട് കർമ്മത്തിന്റെ അവസാനത്തെ അടി ആരുടെ മണ്ടയ്ക്ക് അടിക്കണം? ഭീഷ്മരുടെ. ഭീഷ്മർ അത്രയും കൊടിയ ബാധക ചെയ്തത്. കാരണം പാഞ്ചാലി അന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് അയാൾ മര്യാദയ്ക്ക് ഇടപെട്ടിരുന്നു വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? അവിടെ പാഞ്ചാലിയെ കൊണ്ട് ഭീഷ്മരുടെ മണ്ടയ്ക്ക് അടിക്കണം. ഇതാണ് കൃഷ്ണന്റെ ഉദ്ദേശം. അവതാരത്തിന്റെ ഉദ്ദേശം വേറെയാണ്. കേൾക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടോ? ശരി. പാഞ്ചാലി ഭഗവാൻ ചോദിച്ചു അത്രേ, എന്തിനാണ് നീ ചിരിച്ചത്? അപ്പൊ പാഞ്ചാലി ഉറക്ക മറുപടി പറഞ്ഞു. കാരണം കൃഷ്ണന്റെ ഉറക്ക ചോദിച്ചാൽ മറുപടി പറയണ്ടേ, ചാൻസ് കിട്ടാൻ കാത്തുക പാഞ്ചാലി. അല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇപ്പൊ ഈ മനുഷ്യൻ, ഏത് മനുഷ്യൻ? ഭീഷ്മര് എന്നെ ഉപദേശിക്കുന്ന ഈ ധർമ്മം എന്ന് കൗരവസഭയിൽ വെച്ച് ഒറ്റവസ്ത്രയായ രജസ്വലയായ എൻ്റെ വസ്ത്രം പിടിച്ചു വലിക്കുന്ന ആ നരാധമന്മാരെ നോക്കിയിട്ട് ഒന്ന് ഇയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇയാൾ ഇന്നിങ്ങനെ മലർന്നു കിടക്കേണ്ടി വരുമായിരുന്നുവോ? ഈ കുരുക്ഷേത്ര യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നുവോ എന്നാര് കേൾക്കത്തക്ക രീതിയിൽ ചോദിക്കുകയാണ്. ആര് കേൾക്കത്തക്ക രീതിയിൽ? ഭീഷ്മരുടെ മുഖത്ത് കിട്ടുന്ന അടിയാണത്. ശരിയാണോ അല്ലയോ? പറയൂ. മുഖത്ത് കിട്ടുന്ന അടിയാണത്. ഭീഷ്മര് നിന്ന് അടി വാങ്ങുകയാണ്. അതാണ് പ്രശ്നം. വേണ്ടാതെ അടി വാങ്ങുകയാണ്. അപ്പം ഭീഷ്മർ ഇത് കേട്ടു. ഭീഷ്മർ ശാന്തനായിട്ട് തിരിച്ചു ചിരിച്ചോണ്ട് മറുപടി പറഞ്ഞു. എന്താ മറുപടി അറിയോ? പാഞ്ചാലി, ഇത് ശ്രദ്ധിച്ച് കേൾക്കണല്ലേ? ഇത് ശ്രദ്ധിച്ച് കേൾക്കപ്പെടുന്ന 10 ആൾ കേട്ടാൽ മതി. ഇരിക്കുന്നവരെല്ലാവരും ഇത് കേൾക്കുന്നു വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഇതിലൂടെയാണ് ഞാൻ ഇനി കർമ്മരഹസ്യത്തെ പറയാൻ പോണത്.
കുറച്ച് കടുപ്പാ, അത് രഹസ്യം കേട്ടിരിക്കണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയണ മനസ്സിലാക്കുന്നുണ്ടോ? പാഞ്ചാലി ഭീഷ്മർ പറഞ്ഞു, നീ പറഞ്ഞത് 101% ശരിയാണ്. കേൾക്കില്ലേ പറയണത്? പക്ഷേ എന്താ പക്ഷേ? ശ്രദ്ധിക്കൂ. അന്ന് ഞാൻ കഴിച്ച ഫുഡ് ദുര്യോധനന്റെ ഫുഡായിരുന്നു. അപ്പന്റെ ബ്ലഡ് ദുര്യോധനന്റെ ബ്ലഡാണ്. കേൾക്കുന്നില്ലേ പറയണത്? ഇത് മനസ്സിലാവുണ്ടായില്ലേ? എല്ലാ ഭക്ഷണവും വാരി വായിച്ച് കഴിച്ചുകൊണ്ടാ. കഴിക്കുകയാണെങ്കിൽ അതൊന്ന് ബ്രഹ്മാർപ്പണം ചൊല്ലി കഴിക്കുക. മനസ്സിലാവുണ്ടോ പറയണത്? നമ്മൾ കണ്ടാക്ക വെട്ടി വീഴുന്നു. നമ്മളായി തീരുന്നത് ആ ശരീരമാണ്. ഇതാണ് ഭീഷ്മര് പറഞ്ഞു വെച്ചത്. ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞത്? പാഞ്ചാലി എന്താ പറഞ്ഞത്? അന്ന് ഞാൻ കഴിച്ച ഭക്ഷണം ആരുടെ ഭക്ഷണമാണ്? ദുര്യോധനന്റെ ഭക്ഷണം. അപ്പൊ എന്റെ ശരീരം ദുര്യോധന, എന്റെ ചിന്ത സൂക്ഷ്മാംശത്തില് അയാൾ തന്ന ഭക്ഷണത്തിന്റെ ചിന്തയാണ്. അവിടെ ഭക്ഷണം പ്രധാന. 6 മാസം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മദ്യവും മാംസ കഴിക്കണത്. അപ്പൊ ഭക്ഷണം പ്രധാനമല്ലേ? അതുകൊണ്ടാണ് വഴി തെറ്റി പോണത്. പിന്നെ ഉറക്കുക, തമോ ഗുണം. സത്വചിന്ത ഉള്ളിലുണ്ട്, പക്ഷെ അത് സ്ഫുരിപ്പിക്കാൻ കഴിയുന്നില്ല. ശരിയല്ലേ? അതുകൊണ്ടാണ് സഹോദരൻ പറഞ്ഞ പക്ഷത്തേക്ക് നിന്നു കൊടുത്തത്. ആര്? ഇത് മനസ്സിലാക്കാനാ ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. നന്നാക്കി മനസ്സിലാക്കിക്കോണേ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണേ. സൂക്ഷ്മാംശത്തിൽ ഈ ആഹാരം തന്നെയാണ് എന്തായി തീരുന്നത്? ചിന്തയായി തീരുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഈ ചിന്തയെ സ്വാധീനിക്കുന്ന ആഹാരങ്ങൾ ഉണ്ടാവില്ല. ശബരിമലയ്ക്ക് പോകുമ്പോൾ വർജിക്കേണ്ട ചില ആഹാരങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലേ? എന്താ കാരണം? സൂക്ഷ്മാംശത്തിൽ അയ്യപ്പനിലേക്ക് ട്യൂൺ ചെയ്യണമെങ്കിൽ അത്തരം വ്രതത്തെ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെയുള്ളവന് ശബരിമല പോയാൽ ആനന്ദം കിട്ടൂ. അല്ലാത്തവരൊക്കെ കൂറ കപ്പൽ പോയി പോരുണ്ടാവും, ടൂർ പോണ പോലെ. ഉണ്ടോ ഇല്ലയോ? പോയി പോരുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ശരിക്ക് പോയി വരുന്ന ഭക്തന്മാർ 1-2 ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അവര് പിന്നെയും പോവും. കേൾക്കുന്നുണ്ടാവില്ല? മരിക്കുന്നത് വരെ പോവും. എത്ര കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരവിടെ എത്തും. എന്താ കാരണം? ഉള്ളുണർന്നിട്ടാ പോണത്. കേൾക്കുന്നുണ്ടാവില്ലയോ? ഈ ഉള്ളുണരാത്തവനാണ് ഇത് ഷോ ആയിട്ട് ഇങ്ങനെ പോയി പോരുന്നത്. രണ്ടിനും 2 റിസൾട്ട് ആയിരിക്കും. അത് ഞാൻ ഇപ്പൊ പറയാൻ നിൽക്കണില്ല, സമയമില്ലാത്തതുകൊണ്ടാ. രണ്ടിനും 2 റിസൾട്ട് ആയിരിക്കും. നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചാൽ, നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ലയോ? ഇത്ര ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് വെച്ചാൽ 91.9 റെഡ് എഫ്എം കിട്ടും. അല്ലെ വേറെ ഏതേ ഫ്രീക്വൻസിയിലേക്ക്, ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മളാകുന്ന റേഡിയോയെ ട്യൂൺ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫ്രീക്വൻസി കിട്ടുമോ? കിട്ടില്ല. എന്തൊക്കെയോ കാറ്റുണ്ടാവും. ഇങ്ങനെ അവിടേക്ക് മുടിക്കൊക്കെ പിടിച്ച് റേഡിയോന്റെ നോബ് തിരിച്ചാൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാവും. ആ ദേവിയിലേക്ക് ട്യൂൺ ചെയ്ത് വെച്ചാൽ അത് കിട്ടുമല്ലോ. രാമനിലേക്ക് ട്യൂൺ ചെയ്താൽ അത് കിട്ടും. ആ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്ത് വെക്കണം. ഇത്രയേ ഉള്ളൂ. ആ ദേവതയിലേക്ക് ട്യൂൺ ചെയ്ത് വെക്കണം. വേണോ വേണ്ടയോ? അതിനാണ് അമ്പലത്തിൽ വന്ന് ഒന്ന് നിതാന്തമായിട്ടൊന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിച്ച് തിരിച്ചു പോവുക. അപ്പൊ ആ ട്യൂണിങ് വരും. വരട്ടെ. ഈ ചോദ്യം എന്താ പറഞ്ഞത്? അന്ന് ഞാൻ കഴിച്ചത് ആരുടെ ആഹാരം? ദുര്യോധനന്റെ ആഹാരമാണ്. അപ്പൊ എന്റെ ചിന്ത ദുര്യോധനന്റെ ചിന്തയാണ്. ഇന്ന് 50-ൽ പരം ദിവസം ഈ ശരശയ്യയിൽ കിടന്ന് എന്റെ ശരീരത്തിലെ രക്തം വാർന്ന് പോയി. ആര് തന്ന രക്തം മുഴുവനും പോയി? ദുര്യോധനൻ തന്ന രക്തം മുഴുവനും പോയി. ഇപ്പൊ എന്റെ മജ്ജയെന്ന് പറയൂ പുതിയ രക്തം ഉണ്ടാവുകയാണ്. അപ്പൊ ഞാൻ ആരായി തീരുകയാണ്? യഥാർത്ഥ ഭീഷ്മരായി തീരുകയാണ്. അപ്പൊ തന്നെ ധർമ്മം ഉപദേശിക്കുകയാണ്. ധർമ്മം മറഞ്ഞുപോയത് പറയൂ ദുര്യോധനന്റെ ഭക്ഷണം കഴിച്ചതിനെ കൊണ്ടാണ്. സൂക്ഷ്മാംശത്തിൽ ഞാൻ അതാണ്. ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? അതുകൊണ്ടാണ് വേദം പറഞ്ഞത് അഹമന്നമഹമന്നമഹമന്നം. ഞാൻ അന്നമാണ്. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ. അന്നത്തിൽ നിന്ന് ഭൂതങ്ങളും പർജന്യത്തിൽ നിന്ന് അന്നവും ഉണ്ടാകുന്നു എന്ന് വേദം പറയുന്നു. പർജന്യം എന്ന് വെച്ചാൽ മഴ എന്നാണ്. മഴയിൽ നിന്ന് അന്നം ഉണ്ടാവുന്നു. നമ്മൾ അന്നത്തിൽ നിന്നല്ലേ ഉണ്ടായത്? അല്ലേ? ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവർക്ക് ശ്രദ്ധിച്ചാൽ മതിയേ. ഇനിയാണ് മറുപടി പറയാൻ പോണത്. ഒന്നുകൂടി കൂടി ശ്രദ്ധിക്കൂ. ഇതിന്റെ രഹസ്യത്തിലേക്കാണ് കിടക്കുന്നത്. ഞാൻ ഈ ശരീരമല്ലേ? നിങ്ങൾ ആരും മിണ്ടില്ല. ഞാൻ ഈ ശരീരമല്ലേ? തെറ്റ് 101% തെറ്റ്. ഞാൻ ശരീരമല്ല. എന്താ നിങ്ങൾ പറഞ്ഞേ? ഒന്നുകൂടി പറയും. ഞാൻ ശരീരമല്ല. ഇതൊന്നുകൂടി വിശദാക്കാൻ അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ അങ്കലാപ്പോണ്ടാണ് പലപ്പോഴും മരണം എന്താന്ന് നമുക്ക് മനസ്സിലാവാത്തത്. അടിച്ച് എന്ന് പറയുന്നത് അതുകൊണ്ടാ. ഞാൻ ഈ ശരീരമാണോ? അല്ലേ? ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഞാൻ ഈ കൈയാണോ? അല്ലേ? അല്ല. എന്തേ നിങ്ങൾക്ക് സംശയം? ഞാൻ ഈ കൈയല്ല. ഒറ്റ ഉദാഹരണം. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഷുഗർ വന്നു.
ഷുഗർ ഇല്ല, ഇപ്പൊ നിലവിലില്ല, ദൈവം സഹായിച്ച് അങ്ങനെ പോട്ടെ. കൈക്ക് പഴുപ്പ് കയറി എന്ന് വിചാരിക്കൂ. ഞാൻ ഡോക്ടറോട് പറയും, ഡോക്ടറെ കൈ മുറിച്ച് കളഞ്ഞേക്ക്. കാരണം തഞ്ഞ അവിടെ നിന്ന് പഴുപ്പ് കയറും, അതിന് മുന്നേ കൈ മുറിച്ച് കളഞ്ഞേക്ക്. ആരുണ്ടായാൽ മതി? ഞാനുണ്ടായാൽ മതി. അപ്പൊ ഞാൻ കൈയാണോ? മുണ്ടല്ല. കൈയാണെങ്കിൽ കൈ പോയാൽ പിന്നെ ഞാൻ അവിടെ ബാക്കി ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഞാൻ കൈയല്ല. ആണോ? അല്ല. ഞാൻ കാലാണോ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം ഞാൻ കാലല്ല എന്ന്. ഇനി മനസ്സിലാക്കൂ, ഞാൻ ഈ ശരീരാണോ? നന്നായിട്ട് ഉറപ്പിക്കണേ, ഞാൻ ശരീരല്ലേ? അതിലെപ്പോഴും സംശയമുള്ളവരുണ്ടാവും. അല്ല, വിചാരിക്കൂ, ഞാനിപ്പോ അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ വിചാരിച്ചാൽ മതിയെ ഇവിടെ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ പേടിക്കാനൊന്നുമില്ല, ജനിക്കണ മാതിരി തന്നെ. ഞാൻ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ ഡോക്ടറെ കൊണ്ടുവന്നു, സംഘാടകർ പോയിട്ട് ഡോക്ടർ വന്നു, പരിശോധിച്ചു നോക്കിയപ്പോൾ ജീവനില്ല. അതങ്ങനെ കിടക്കുക. ഉടനെ അനൗൺസ്മെന്റ് ചെയ്തു. ഏതിലൂടെ? മൈക്കിലൂടെ. രാമായണ പ്രഭാഷണത്തിന് വന്ന പ്രമോദ് ഐക്യരപ്പടി മരണപ്പെട്ടിരിക്കുന്നു അല്ല, അനൗൺസ് ചെയ്തു എന്ന് വിചാരിക്കൂ. പിന്നെ നിങ്ങൾ ആരെങ്കിലും പറയുമോ പ്രമോദ് ഐക്യരപ്പടിയാണ് ആ കിടക്കണതെന്ന്? മരിച്ചു എന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ എന്താ പറയുക? അയാളുടെ ബോഡി അഥവാ ശവമാണത് എന്നാ പറയുക. അപ്പൊ ഞാൻ ആ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തനായതുകൊണ്ടല്ലേ എൻ്റെ ശവം എന്ന് പറയണത്? മിണ്ടണില്ല. ആണോ അല്ലയോ? ഞാനിപ്പോ ഒരു ഞാൻ കാർ ഓടിച്ച് അങ്ങോട്ട് വന്നതെന്ന് വിചാരിക്കും. ഇവിടെ എത്തിയപ്പോൾ സംഘാടകർ എന്നോട് പറഞ്ഞു കാടാമ്പുഴ എത്തിയിട്ടോ, ഇറങ്ങിക്കോളൂ പറഞ്ഞു നിൽക്കുക. അപ്പൊ സംഘാടകരോട് ഞാൻ പറയാണ്, ഞാൻ ഇറങ്ങൂല, ഞാൻ കാറാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലിരുന്നാൽ ഇവരിൻ്റെ ചുവട്ടിൽ ചെമ്പരത്തിപ്പൂ വെച്ച് തരും. ശരിയാണോ അല്ലയോ? ലക്ഷ്യസ്ഥാനം എത്തിയാൽ അതിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം. വേണ്ടേ? ഇറങ്ങണം. അപ്പൊ ഞാൻ ആ കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ താക്കോലിന്റെ കയ്യിലാവൂലേ? ആവൂലേ? പിന്നെ ഉള്ളിലേക്ക് അങ്ങനെ തിരിച്ചു കയറാൻ കഴിയാത്തൊരു കാറാണ് എൻ്റെ കാറ്. ഞാൻ വഴിയെ കാണിച്ചു എൻ്റെ കാറ് പ്രത്യേക കാറാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ ആ കാറിലേക്ക് രണ്ടാമത് അങ്ങോട്ട് കയറാൻ കഴിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ കാറിൽ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോരുമ്പോ എൻ്റെ ബന്ധുക്കൾ ഞാൻ നടന്നു പോണത് കാണില്ല, നിർത്തിയിട്ട കാറ് മാത്രമാണ് കാണുന്നത്. അത് ഇനി ചലിക്കില്ല, അത് ഞാൻ അനങ്ങില്ല. കാരണം എന്താ? ഞാൻ അതിൻ്റെ ഉള്ളിലില്ല. അപ്പൊ ആ കാറിനെ നോക്കിയിട്ട് എൻ്റെ ബന്ധുക്കൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്, കുഞ്ഞേട്ടാ ഇന്നലെ ഹോർലിക്സ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോയോ? അത് പെഡലിക്കൊന്നും കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. മരിച്ച വീട്ടിൽ കരച്ചിലുണ്ടാകരുത്. ദുഃഖം ഉണ്ടാവും. കടിച്ചമർത്തി അവിടെ നാമജപ മുഖരിതമാക്കണം. അതുകൊണ്ടാണ് പണ്ടൊക്കെ മരിച്ച വീട്ടില് രാമായണം പറയൂ, രാമായണം രാമായണം പാരായണം ചെയ്യോ ഇല്ലയോ? ചെയ്യും, സംശയമില്ല. പഴയ സിനിമയിലേക്കൊക്കെ നോക്കിയാൽ മതി നിങ്ങൾക്ക്. ഒരാൾ മരിച്ചിറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പുറത്ത് രാമായണം വായിക്കുന്നുണ്ടാവും. ശരിയല്ലേ? രാമായണം വായിക്കാറാ പതിവ്. അവിടെ നാമജപ മുഖരിതമാക്കണം എന്നാണ് അതിന്റെ അർത്ഥം. രാമ എന്നുള്ള ശബ്ദം അവിടെ മുഴങ്ങണം. കേൾക്കണ്ടോ ഇല്ലയോ? ഇതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കണ്ടോ ഇല്ലയോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ശരി, ആവട്ടെ. എന്റെ കാറുകൾ കണ്ടോ? കണ്ടില്ല? ഒന്ന് കാണിച്ചു തരാം. എന്റെ കാറുകൾ കാണണ്ടേ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇങ്ങനെ നോക്കുക. ഇയാളെ കാറ് കണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് എന്താ കാര്യം? എന്നാലും ഒന്ന് കാണും, വെറുതെ ഒന്ന് കാണും. എന്താ പറയുക, കാറ് നോക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. കാറ് കാണണ്ടേ? ഇനി നീണ്ട കാറ് നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഈ കാർ. നല്ല പുള്ളിങ്ങാട്ടോ. ആ കയറ്റൊക്കെ നല്ലോണം കയറിയിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഇറക്കം ഇറങ്ങുന്നുണ്ട്. 2 എഞ്ചിൻ പണി കഴിഞ്ഞതാ. ഇനി എവിടെ എഞ്ചിൻ ഓഫ് ആവുക വെച്ചാൽ അവിടെ ഇട്ട് അങ്ങ് പോകും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? വലിയ കുഴപ്പമൊന്നുമില്ല. കയറ്റൊക്കെ നല്ലോണം കയറുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. പഴയ എഞ്ചിനാണ്, കുറച്ച് പഴക്കമുണ്ട്. ലേശം പഴക്കം. അത് പറയണ്ടേ? പഴയ എഞ്ചിനാന്ന് പറയണ്ടേ? പുതിയ എഞ്ചിനൊന്നുമല്ല, അത്ര പുതിയൊന്നുമല്ല. കുറച്ച് അത്യാവശ്യം പഴക്കമുണ്ട്. നോക്കാം. ഏകദേശം പഴക്കണ്ടത് കൂട്ടിക്കോളൂ. എന്തായാലും ആട്ടെ, ഞാൻ പഴക്കം നിശ്ചയിക്കാൻ നിൽക്കണ്ട, ഇരിക്കട്ടെ. എന്തായാലും ഇക്കാറ് ഹുണ്ടായി ഉണ്ടാക്കിയതല്ല. ഇക്കാറ് മാരുതി. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഇതിനി ഉള്ളുന്ന് പോകരുത്. ഇക്കാറ് മാരുതി ഉണ്ടാക്കിയതല്ല. ഇക്കാർ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസിഡർ കാർ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാക്കിയതല്ല. പിന്നെ ഈ കാർ എനിക്ക് തന്നതാരാ? നിങ്ങളെല്ലാം ദൈവത്തിൽ വെക്കല്ലേ. ഈ കാർ എനിക്ക് തന്നതാരാ? പറയൂ, കാർ എനിക്ക് തന്നതാരാ? എൻ്റെ അച്ഛനും അമ്മയുമാണ്. ശരീരത്തിൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛന്റെ ബീജം അമ്മയുടെ ഗർഭത്തിലേക്ക് സന്നിവേശിച്ചപ്പോഴാണ് ഈ ശരീരം എനിക്ക് കിട്ടിയത്. ശരിയാണോ അല്ലയോ? പറയൂ. കുറച്ചും കൂടി കടന്നു പറഞ്ഞാൽ അച്ഛന്റെയും അമ്മയുടെയും രേതസ് കൂടിച്ചേർന്നതാണ് പറയൂ ഈ ശരീരം. ആണോ അല്ലയോ? അവർക്ക് എവിടുന്ന് രേതസ് ഉണ്ടായി?
അവർ കഴിച്ച അന്നത്തുനിന്നാണ്. അന്നം കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് രേതസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അവർ കഴിച്ച അന്നത്തുനിന്നാണ് അവർക്ക് രേതസ് ഉണ്ടായത്. അപ്പൊ ആത്യന്തികമായിട്ട് ഈ അന്നത്തുനിന്നാണ് ഏതുണ്ടായത്? ഈ ശരീരം ഉണ്ടായത്. ആ അന്നം എവിടുന്നാ കിട്ടിയത്? എന്നിട്ട് ശ്രദ്ധിക്കും, നമ്മളെ ദഹനമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് നന്നാക്കി മനസ്സിലാക്കിയ എളുപ്പം പിടി കിട്ടും. എന്താ പറയാ, ആ അന്നം എവിടുന്നാ കിട്ടിയത്? ചൊവ്വേന്ന് അരി കൊണ്ടുവന്ന് കഴിക്കുന്ന ആരെങ്കിലും പെട്ടെന്ന് ഒന്ന് കൈപൊക്കി. ഭൂമിയിൽ ഉണ്ടാക്കിയ അരിയല്ലേ നിങ്ങളെല്ലാവരും കഴിക്കുന്നത്, ആണോ അല്ലയോ? അപ്പൊ അന്നം എവിടുന്നാ കിട്ടുന്നത്? ഭൂമിയിൽ നിന്ന്. അപ്പൊ ഈ ശരീരത്തിന് ആത്യന്തികമായിട്ട് ഞാൻ ആരോടാ കടപ്പെട്ടിരിക്കുന്നത്? ഭൂമിയോട്. അതുകൊണ്ട് ഈ ശരീരത്തിന് ഞാൻ ആർക്ക് സമർപ്പിക്കുന്നു? ഭൂമിക്ക് സമർപ്പിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്. അല്ലാതെ എനിക്ക് നാശമില്ല. ഇത് മരിക്കാൻ പോണവരും പോകാത്തവരും ഒക്കെ മനസ്സിലാക്കി വെക്കുക. നാളെ എന്നായാലും വിളിച്ചാവും. ജനിച്ച ഒരൊറ്റ കാര്യം ഉറപ്പാ, ലോട്ടറി എടുത്താൽ അടിക്കുമോ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ മരിക്കുന്ന ഉറപ്പാ. ആ മരിക്കുന്നതിന്റെ ഇടയിൽ സത്യം മനസ്സിലാക്കി പേടിയുടെ അപ്പുറത്തേക്ക് കടക്കണം, വേണോ വേണ്ടയോ? ഭയത്തിന്റെ അപ്പുറത്തേക്ക് കടക്കണം, വേണോ വേണ്ടയോ? ഞാൻ ആനന്ദ സ്വരൂപനാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് ആത്മാരാമൻ, കോദണ്ഡരാമൻ, കല്യാണരാമൻ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയണത്? ഒന്നിച്ച് പോരുന്നുണ്ടോ? ശരി, ആവട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ടോ? ഇത് പഠിപ്പിക്കാൻ തന്നെയാണ് അമ്പലത്തിനെ ഇന്നിപ്പോ പറയാൻ നിൽക്കില്ല, ഞാൻ പറയാനേ നിൽക്കില്ല. ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനെ വിളിക്കുന്ന പേര് ഗർഭഗൃഹം എന്നാണ്. അതിനെന്താ ഗർഭം എന്ന് പേര് കിട്ടാൻ കാരണം? ഒക്കെ മനസ്സിലാക്കിക്കോണം. ഇന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും ഒത്തുകൂടുകയാണെങ്കിൽ അന്നേരം പറയാം. അത് ദേവീനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അന്നേരം ചർച്ച ചെയ്യാം. ഇന്നില്ല. ഗർഭഗ്രഹമൊക്കെ പഠിക്കണം. അക്കിത്തത്തിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടിഞ്ഞു വിളിഞ്ഞ രോഗം എന്ന കവിതയിൽ ഒരു വരിയാണ് ഞാൻ ചൊല്ലിയത്. എൻ്റെ എല്ലി കൊമ്പനാനകൾ, എൻ്റെ ഈ മഹാക്ഷേത്രവും മക്കളെ, ഗർഭഗൃഹത്തിലുണ്ടാശ്രിത വാത്സല്യ നിർഭര ബിംബമൊന്നെൻ്റെയായി. ഈ കൊമ്പനാൻ എൻ്റേതല്ല മക്കളെ, ഈ ക്ഷേത്രം എൻ്റേതല്ല. പിന്നെ ആരാ എൻ്റേത്? ആ ഗർഭഗൃഹത്തിന്റെ ഉള്ളിൽ, ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള നിർഭര ബിംബം, ആ ദേവി, അതെൻ്റേതാണ്. ബോധത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. മനസ്സിലാവണുണ്ടോ പറയണത്? കൂടെ പോരുന്നുണ്ടോ? എന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ദുഃഖം ഒടുങ്ങണം. കേൾക്കണ്ടോ ഇല്ലയോ? ആത്യന്തികമായിട്ടൊരു ഉയർച്ച നമുക്ക് ഉണ്ടാവണം, ഒരു ശക്തി നമുക്ക് കൈവരണം, വേണോ വേണ്ടയോ? ഇവിടെ വന്നു, ഉപകാരം ഉണ്ടായി, ഞായറാഴ്ച വെറുതെ ആയില്ല, അങ്ങനെ തോന്നൽ വരണം. ആത്മാലാഭം ഉണ്ടാവണം. ഇതിനാണ് സത്സംഗം. ആത്മാലാഭം ഉണ്ടാവണം, ഇതിനാണ് സത്സംഗം. ഇരിക്കട്ടെ, ഇവിടെ തിരിച്ചു പറ്റേ. എന്തേപ്പം ഞാൻ പറഞ്ഞു കൂടെ? അപ്പൊ ഞാൻ ഈ ശരീരം അല്ലാന്ന് ഞാൻ പറഞ്ഞു. ആരീന്നാ കിട്ടിയത്? അച്ഛനീന്നും അമ്മയെന്ന്. ആണ് മരിക്കുന്നത് വരെ ആരോടും ഒടുങ്ങാത്ത കടപ്പാട്, അച്ഛനോടും അമ്മയോടും. ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് പിതൃക്രിയ മുടങ്ങാതെ ചെയ്യണം എന്ന് പറയാൻ കാരണം. മനസ്സിലാവുണ്ടോ പറയണത്? അച്ഛനെ അമ്മേനെ എവിടെയും കൊണ്ടുപോയി ആക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ചില ആൾക്കാർ പറയണേക്കാ തിരുനെല്ലി കൊണ്ടുപോയി ആക്കിയിട്ട് ഇനി ഒന്നും വേണ്ടാന്ന്. തിരുനെല്ലി ഒരു അച്ഛനെ അമ്മേനെ ഇങ്ങ് കൊണ്ടുപോയി ആക്കാൻ പറ്റില്ല. പ്രേതാവാഹനം നടക്കുമായിരിക്കാം, അല്ലാത്തതൊന്നും നടക്കില്ല. മരിക്കുന്നത് വരെ ആർക്ക് കർമ്മം ചെയ്തോണം? അച്ഛനും അമ്മയ്ക്കും. അപ്പൊ ഒറ്റ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കും, പിതൃക്രിയ ചെയ്യേണ്ടരുതാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പിതൃക്രിയ ചെയ്യണ്ട എന്നുള്ളവരാരെങ്കിലും ഉണ്ടോ? എന്താ നിങ്ങളെ അഭിപ്രായം? ഉണ്ടോ? ശ്രീരാമേന്ദ്രമൂർത്തി പിതൃക്രിയ ചെയ്തോ ഇല്ലയോ? ചെയ്തു. ഇറച്ചി കൊണ്ടാ ചെയ്തത്, പാട്ടില്ല. അത് വാൽമീകിയും വായിച്ചാൽ മനസ്സിലാവും. എന്താണോ കൈ കിട്ടുന്നത്, അവിടുന്ന് വേറെ ഒന്നും കൈ കിട്ടില്ല. എന്താ കൈ കിട്ടിയ അതുകൊണ്ട് ചെയ്യുന്നു. നിങ്ങൾ കേൾക്കണ്ടേയില്ലയോ? അത് പ്രീതിപ്പെടുത്താൻ വേണ്ടി അവിടെ ചെയ്യുന്നു. പക്ഷെ നമുക്ക് സാത്വികമായ സംഗതി കിട്ടുകയില്ലയോ? അതുകൊണ്ടാണ് പകുതി വെന്ത ബലിച്ചോറില് എള്ള് ചേർത്ത്, തിലോദകം ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ? പിതൃക്രിയ ചെയ്യേണ്ടരുതാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്താ നിങ്ങളെ അഭിപ്രായം? ഉണ്ട് എന്നാണ്. ഉണ്ട്. അതാരാ പിതൃക്രിയ ചെയ്യേണ്ടരുതാത്തവരായിട്ടുള്ള ആരാ? സന്യാസിമാരാണ്. അതെന്താ കാരണം? അവർക്കെന്താ പിതൃക്രിയ ചെയ്യേണ്ടരുതാത്തത്? അവർ നോക്കൂ, സന്യാസത്തിലേക്ക് പോകുമ്പോൾ ആത്മപിണ്ഡം സമർപ്പിച്ചിട്ടാ പോണത്. ആത്മപിണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? തനിക്കെന്നെ പിണ്ഡം വെക്കുക. താൻ മരിച്ചു എന്നുള്ളത് വിചാരിച്ചാൽ പിന്നെ അയാൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാണ്ടോ? ഇല്ല. ആത്മപിണ്ഡം സമർപ്പിച്ച് വിരജഹോമം ചെയ്തിട്ടാണ് ഓം ഭൂസന്യസ്തമയം, ഓം ഭുവസന്യസ്തമയം, ഓം സ്വസന്യസ്തമയം എന്ന രൂപേണയാണ് ദശനാമി സമ്പ്രദായത്തിലെ ഒരു സമ്പ്രദായത്തിലേക്ക് ആര് പോണത്? സന്യാസിമാർ. ഞാൻ കുറച്ച് ആഴത്തിലാണ് പോണത്. അവിടെ നിങ്ങളിൽ ചിലരിരുന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ 4 തമാശയിലും 4 കഥയിലും പറഞ്ഞ് നിർത്താൻ പറ്റുമോ? കുംഭകർണൻ നമ്മൾ പഠിക്കുമ്പോൾ എന്തേ കുംഭകർണൻ അങ്ങനെ ആയി എന്ന് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരിയാണോ അല്ലയോ? കുംഭകർണന്റെ നീതിവാക്യം എന്താന്ന് വിസ്തരിച്ച് കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നാരദൻ പിന്നെ സ്തുതിക്കുക ചെയ്യണത്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ആ ആത്മസ്വരൂപത്തെ അവിടെ സ്തുതിക്കുക ചെയ്യണത്. ഇത്രയേ ഉള്ളൂ.
എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? ഒന്നിച്ചില്ലേ? ഞാൻ ഈ പറയണ മനസ്സിലാവില്ലേ? അപ്പൊ എന്തോടെ പറഞ്ഞു? അപ്പൊ ആ സന്യാസിക്ക് എന്തില്ല? ആ സന്യാസിക്ക് പിതൃക്രിയ പറയൂ വ്യവസ്ഥ ഇല്ല. മനസ്സിലായില്ലേ? അവിടെ അവര് അത് ചെയ്യാത്ത അവര് ദശനാമി സമ്പ്രദായം എന്താ? ഈ പുരി സമ്പ്രദായം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 10 സമ്പ്രദായത്തിലൊരു സമ്പ്രദായ ചിദാനന്ദപുരി, ദശനാമി സമ്പ്രദായത്തിലൊരു സമ്പ്രദായ. ഇനി സരസ്വതി സമ്പ്രദായം ഉണ്ട്. അതായത് നമ്മളിപ്പോ പറയാച്ചാല് ചിന്മയാനന്ദ സരസ്വതി, സരസ്വതി പരമ്പരയിൽപ്പെട്ട സന്യാസിയാണ്. ഇനി ഭാരതീ പരമ്പര ഉണ്ട്, കൃഷ്ണാനന്ദ ഭാരതി പരമ്പരയിൽപ്പെട്ട സന്യാസിമാരാ. ഇങ്ങനെ അനവധി ദശനാമ 10 സമ്പ്രദായമാണ് ഭാരതത്തിൽ പ്രധാനമായിട്ടുള്ളത്. ആ സമ്പ്രദായത്തിൽ ഒന്നിലേക്ക് ആര് കടക്കുന്നു? ഈ ദീക്ഷ സ്വീകരിച്ചവര് എന്ത് ചെയ്യുന്നു? കടക്കുന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? അവരെ സംബന്ധിച്ച് എന്തില്ല? എന്തില്ല? ബലിക്രിയകളും പിതൃക്രിയകളും ഇല്ല. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ശരീരം കിട്ടുന്നത് എങ്ങനെയാണെന്നാ ഞാൻ ഇനി കാണിച്ചു തരുന്നത്. 2 മിനിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് രാമായണം എവിടെയാ ഫുൾഫിൽ ആവുന്നത്, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും. നിങ്ങൾ ഇങ്ങോട്ട് പോരില്ലേ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടോ? ചെറിയ കുട്ടികളുണ്ടോ നിങ്ങളെ വീട്ടില്? ഇല്ലേ? ഉണ്ട്. എന്താ കുട്ടിയുടെ ഒരു പ്രത്യേകത പറയൂ? കരയും, കൈ ഇങ്ങനെയായിരിക്കും, പൊക്കിൾക്കൊടി ഉണ്ട്, ഒക്കെ എനിക്കറിയാം. അതല്ലാത്തൊരു പ്രത്യേകത ആ കുട്ടിക്കുണ്ട്. പറയൂ, എന്താ കുട്ടിയുടെ പ്രത്യേകത? നിങ്ങളൊക്കെ അമ്മമാര് തന്നെയല്ലേ? ഇത് ഉറങ്ങും. അത് ശരി. കൈ അത് പിടിക്കും. അത് മനസ്സിലായി. അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ച പ്രത്യേകത. അതൊന്നുമല്ല. നിങ്ങൾ പറയുമോ നോക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചോ നോക്കട്ടെ. പാല് കുടിക്കുക, അത് ഉറപ്പല്ലേ? കുട്ടികൾ കുടിക്കില്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇനി അതിലേക്ക് കൂടുതൽ സമയം എനിക്ക് ഇതാക്കാം. കാരണം എന്താ പറയുക, 11:30 മണിയിലേക്ക് പോകും. അത് 12-ന് അവസാനിക്കണം. അതുകൊണ്ട് എന്താ അതിന്റെ പ്രത്യേകത വെച്ചാൽ, ഒരു ചെറിയ കുട്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, അതിന്റെ മൂർധാവിൽ ഇവിടെ ഒരു ഓട്ടയാണ്. ഇവിടെ ഒരു ഓട്ട, ഇവിടെ ഒരു ഗളഗളം ആണ് ഉണ്ടാവുക. ഇവിടെ ഒരു തൊലിയുള്ളത്. അതായത് ഈ തൊലി ഇവിടെ തൊടാൻ അമ്മ സമ്മതിക്കില്ല. ബുദ്ധിയുള്ള അമ്മ കൈ അടിച്ച് പരത്തും. കാരണം എന്താ വെച്ചാൽ ഇവിടെ തൊട്ടാലേ കുട്ടി ഭിന്നശേഷിയാവും. ആവോ ഇല്ലയോ? മുത്തശ്ശിന്റെ കൈയും കാലും തല്ലി പിടിക്കും. ഇവിടെ തൊടരുത് എന്നാ, ഇവിടെ മൂർധാവിൽ തൊടരുത് എന്നാ. ഈ ഓട്ടയെ ഇവിടെ നിങ്ങളിപ്പോൾ ആര് തപ്പി നോക്കിയിട്ട് കാര്യമില്ല. അതായത് മൂത്ത് മുരടിച്ച് ഹെൽമെറ്റ് പോലെ ഉണ്ടാവും. ഞാൻ കുട്ടീൻ്റെ കാര്യമാണ് പറയുന്നത്. കുട്ടീൻ്റെ തലേൻ്റെ പടയൊക്കെ കൂടി എന്താ വെച്ചാൽ ഒരു ഓട്ട ഉണ്ടാവുക. ആ ഓട്ടയെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മരന്ധ്രം. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ ഗർഭപാത്രത്തില് അച്ഛന്റെ ബീജസ്വരൂപേണ ഒരു ശരീരം രൂപം കൊടുക്കാൻ തുടങ്ങുമ്പോൾ പൂർവജന്മത്തിലെ പുണ്യപാപങ്ങൾ ഏകദേശം തുല്യമായ ഞാനാകുന്ന ജീവാത്മാവ് ഒരു ശരീരം തേടി ഇങ്ങനെ നടക്കോ? ഞാനിങ്ങനെ ശരീരം തേടി ഇങ്ങനെ നടക്കോ? നിങ്ങളും അങ്ങനെ തന്നെ ശരീരം തേടി നടക്കോ? അപ്പൊ എന്റെ മുൻജന്മത്തിലെ വാസനയ്ക്കനുസരിച്ച് അങ്ങനെയാ വന്നു പോയിക്കുക. നമ്മളെ മുൻജന്മത്തിലെ വാസനയ്ക്കനുസരിച്ചുള്ള ഒരു ശരീരം എവിടെ കണ്ടെത്തുന്നു? ഈ അമ്മയുടെ ഗർഭത്ത് കണ്ടെത്തി ഞാൻ മെല്ലെ കൂടി കയറുന്നു. ഈ ഓട്ടയെ കൂടി മെല്ലെ ഉള്ളിക്ക് കയറി സ്പന്ദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് എന്ത് കിട്ടണത്? ഈ മനുഷ്യ ശരീരം. അതുകൊണ്ടാണ് നെയ്ത്തേങ്ങ അക്ഷരാർത്ഥത്തിൽ ഇതാണ്. നെയ്ത്തേങ്ങ അക്ഷരാർത്ഥത്തിൽ ഇതാണ്. ഇത് മനസ്സിലാവാത്ത കുറെ ആൾക്കാരുണ്ട്. നെയ്ത്തേങ്ങേന്റെ എവിടെയാ ഓട്ട? മൂർധാവില. നമ്മളെ പോലെ തന്നെ. ശരിയാണോ അല്ലയോ? നമ്മളെ പ്രതിനിധാനമാണത്. കേൾക്കണ്ടോ? അതിൻ്റെ ഉള്ളിലേക്ക് ഗുരുസ്വാമിയുടെ നിർദ്ദേശാനുസരണം നമ്മൾ എന്തൊഴിക്കുന്നു? സ്വാമി എന്ന് വിളിച്ച് നമ്മൾ എന്തൊഴിക്കുന്നു? നെയ്യൊഴിക്കുന്നു. എന്തേ നെയ്യൊഴിക്കാൻ കാരണം? നോക്കൂ, കേടുവരാത്ത പൂജാദ്രവ്യങ്ങളിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ്. പെട്ടെന്ന് കേടുവരാത്ത, കേടുവരില്ല എന്ന് പറയുന്നില്ല, അപ്പൊ അവ സത്യമായിരിക്കും. പെട്ടെന്ന് കേടുവരാത്ത 2 സാധനം അതേതാ? ഒന്ന് നെയ്യും, മറ്റേത് തേനും. തേൻ അത്ര പെട്ടെന്ന് കേടാവില്ല. നെയ്യ് അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? ഈ തേങ്ങയിലേക്ക് ഒഴിക്കണത്. എൻ്റെ ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മചൈതന്യം ഒരിക്കലും നശിക്കാത്തതാണ്. നിങ്ങളും ഞാനും ഒരിക്കലും മരിക്കുന്നില്ല. കേൾക്കണ്ടോ ഇല്ലയോ? നിങ്ങൾ കേൾക്കണുണ്ടോ? ശരീരം വീഴും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണില്ല? പറയൂ, മരിക്കണില്ല. ആത്മാവിനെ കൊല്ലാനോ കൊല്ലിക്കാനോ വെള്ളത്താൽ നനയ്ക്കാനോ വാളിനാൽ വെട്ടാനോ ഒന്നിനും നിങ്ങൾക്ക് സാധിക്കില്ല. ഹലോ, എൻ്റെ കൂടെ പോരുണ്ടോ? ക്രമികമായിട്ട് മനസ്സിലാക്കി പോണേ. അങ്കലാപ്പ് ഉണ്ടാവരുത്. കഴിച്ചിലായി പോട്ടെ ആരെങ്കിലും 10 ആൾ. രക്ഷപ്പെട്ടു പോട്ടെ, ദുഃഖമില്ലാണ്ട് പോട്ടെ. അതാണ് വേണ്ടത്. ഇന്നലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ
ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഒരാൾ എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടിരുന്നു കുറച്ച് ദിവസം മുന്നേ. നിങ്ങൾ എനിക്ക് തന്ന ഉപദേശത്തിൽ 38ാമത്തെ വയസ്സിൽ ഞാനൊരു കോഴ്സിന് ചേർന്നു, അങ്ങയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് വോയിസ്. സത്യമാണ് ഞാൻ പറയുന്നത്. ഈ വേദിയിലിരുന്ന് ഞാൻ നുണ പറയില്ല, സത്യം പോലെയാണ് പറയണത്. അതെനിക്ക് വലിയ ഊർജ്ജമാണ് പകർന്നു തന്നത് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ നമ്മളിത് എവിടെയാണ് കൊള്ളണമെന്നൊന്നും നമുക്കറിയില്ല. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എവിടെയാണ് കൊള്ളണമെന്ന് പറയില്ല. അവർ പഞ്ചകർമ്മ ചികിത്സാ കോഴ്സിന് ചേർന്നിട്ട് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഓർമ്മശക്തിയിലായിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ അനുഷ്ഠിച്ചപ്പോൾ ഓർമ്മശക്തി വന്നു, എല്ലാം വന്നു, ഞാൻ മുന്നോട്ട് പോവുകയാണ്. എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായി ഇപ്പം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ ഭർത്താവിൻ്റെ സഹായത്തോടെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനാകുന്ന വ്യക്തിക്ക് ഒരു ഐഡൻറ്റിറ്റിയായി. ഈ ഊർജത്തെയാണ് പകർന്നു കൊടുക്കേണ്ടത്. കേൾക്കണ്ടോ? ഈ ഊർജത്തെ പകർന്നു കൊടുക്കണം. മനുഷ്യൻ ഈ ഊർജത്തെ പകർന്നു കൊടുക്കണം. അല്ല ഉള്ളിൽ കെട്ടി നിർത്തരുത്. കണ്ട നെഗറ്റീവും അതുമൊക്കെ പറഞ്ഞ് തകർക്കല്ല വേണ്ടത്, ഊർജം പകർന്നു കൊടുക്കണം. അപ്പോൾ ഞാൻ മറുപടി ഇട്ടു, വലിയ സന്തോഷം, ഞാൻ കാടാമ്പുഴയിൽ നിന്ന് പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ്, പിന്നീട് സംസാരിക്കാം, മംഗളമുണ്ടാവട്ടെ മെസ്സേജ് ഇട്ടു. മനസ്സിലായില്ലേ പറഞ്ഞത്? പല ദിക്കുന്നുള്ള ആൾക്കാരായിരിക്കും, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും. അവരൊക്കെ നമ്മളെ ആ സമയത്ത് സ്മരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പല ഘട്ടത്തിലും പലതും ഉണ്ടാവും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്തേപ്പോഴും പറഞ്ഞു. നമ്മൾ എവിടുന്നേ പോയി? നമ്മളിപ്പോൾ എവിടുന്ന് അങ്ങോട്ട് പോയി? ഈ മൂർധാവ്, ഈ നെയ്യ് അതുകൊണ്ടാണ് ഒഴിക്കുന്നത്. ഏതിലേക്ക് പറയൂ? ഏതിലേക്ക്? ഈ തേങ്ങയിലേക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഈ നെയ്യ് ആത്മചൈതന്യമാണ്. കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ, അതാണ് ഈ നെയ്യ്. അതുകൊണ്ടാണ് ഇവിടെ നിവേദ്യം കൊടുക്കുമ്പോൾ, ഏത് അമ്പലത്തിൽ നിവേദ്യം കൊടുക്കുമ്പോൾ ഗായത്രി ജപിച്ചെന്ത് അതിലൊഴിക്കും? നെയ്യ് ഒഴിക്കും. അതിന്റെ പൊരുളിതാണ്. നമ്മൾ ആത്മചൈതന്യമാണ് കൊടുക്കുന്നത്. ഭക്തനെ സമർപ്പിക്കുകയാണ്. ആർക്ക്? ദേവിക്ക്. അതാണ് നിവേദ്യം. ഭക്തനെ സമർപ്പിക്കുകയാണ്. ആ നിവേദ്യ സമർപ്പണം ഉണ്ടെങ്കിൽ ആ അമ്പലത്തില് ചൈതന്യം നിലനിൽക്കുന്ന പറയും. അന്നമയമായ കോശമാണ് അന്നത്തിലൂടെ കൊടുക്കുന്നത്. കേൾക്കണ്ടോ? അതിന്റെ മുകളിൽ നെയ്യ് ഒഴിക്കുമ്പോൾ ആത്മചൈതന്യ സ്വരൂപം. കേൾക്കണ്ടോ? വളരെ വ്യക്തമാണ്. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കി വെക്കണം ആ പാഠ്യപദ്ധതി. ഇത് തന്നെയാണ് നെയ്യ് തേങ്ങയിലൂടെ. ഈ തേങ്ങയുടെ ഉള്ളിലേക്ക് നെയ്യ് ഒഴിച്ചു. കേൾക്കണ്ടോ? എന്നിട്ട് അരക്കിട്ട് ഉറപ്പിച്ചു. അതായത് കോർക്കിട്ട് അരക്കിട്ട് ഉറപ്പിച്ചു. ഈ തേങ്ങയാണ് നമ്മൾ ഇരുമുടിക്കെട്ടിലെ മുൻകെട്ടിൽ വെക്കുന്നത്. അത് പിൻകെട്ടിലല്ല വെക്കുക. 2 കെട്ടാണ് ഇരുമുടിക്കെട്ടിലുള്ളത്. ഒന്ന് മുൻകെട്ട്, ഒന്ന് പിൻകെട്ട്. പരാവിദ്യ, അപരാവിദ്യ. ഇത് രണ്ടും മനസ്സിലാക്കണം. അതൊന്ന് വിസ്തരിക്കാൻ സമയമില്ല. ശബരിമല വരുമ്പോൾ അന്നേരം നമുക്ക് നോക്കാം. അപ്പൊ മുൻകെട്ട്, പിൻകെട്ട്. ക്ലിയർ അല്ലേ പറഞ്ഞാൽ? മുൻകെട്ടിൽ 2 സാധനം, ഒന്ന് നെയ്ത്തേങ്ങ, മറ്റേ കാണിപ്പണം. ഇതാണ് ശബരിമല എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നെയ്ത്തേങ്ങ പൊട്ടിക്കുന്നു. ഞാൻ ഏതോ ഒരാളോട് ചോദിച്ചു, ശബരിമല പോണ ഒരാളോട് ചോദിച്ചു, നെയ്ത്തേങ്ങ ശബരിമല പോയാൽ എന്താ ചെയ്യാന്ന്. കിട്ടിയ മറുപടി എന്നെ ഞെട്ടിപ്പിച്ചു. അയാൾ എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? ട്രാവൽസുകാർ കൊണ്ട് അതിനെ കൊണ്ട് ഒന്നും അറിയേണ്ടി വന്നില്ല, സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന. ഇവിടെ ഉറക്ക, അവിടെ ഉറക്ക. അങ്ങനത്തെ ടീംസാ കൂടുതലുള്ളത്. അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഈ നെയ്യഭിഷേകം നമ്മൾ കാണേണ്ട ചടങ്ങാണ്. ശരിയാണോ അല്ലയോ? അതിൽ പങ്കാളികളാവേണ്ടതാണ്. ഞാനെന്ന ശരീരത്തെ പറയൂ വെട്ടുകയാണ്. വെട്ടിയിട്ട് 2ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ നെയ്യെടുത്ത് പറയൂ ആരിൽ വിലയം പ്രാപിപ്പിക്കുകയാണ്? ആ ഭഗവാൻകല്. അപ്പൊ ഞാനും ഈശ്വരനും പറയൂ, ഞാനും ഈശ്വരനും പറയൂ, ഞാനും ഈശ്വരനും ഒന്നായി തീരുന്ന അവസ്ഥ. ഇതാണ് അയ്യപ്പന്റെ ധ്യാന സങ്കല്പം. കേൾക്കണ്ടോ? ഇല്ല, വിസ്തരിച്ച് പിന്നെ പറയാം, ഇന്ന് നിൽക്കില്ല. ഇത് മനസ്സിലായില്ലേ? അപ്പൊ അത് രണ്ടും ഒന്നായി കഴിഞ്ഞാൽ ആ തേങ്ങ എന്തായി? ജഡമായി ആയോ ഇല്ലയോ? അതിനെങ്ങോട്ട് കൊണ്ടുപോരില്ല. അതിനെന്ത് ചെയ്യുന്നു? ജഡമായാൽ ഇതിനെ ശീര്യതേ എന്നാ വിളിക്കുക. ശരീരം, ദഹ്യതേ ദേഹം. അതുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നു? ഹോമകുണ്ടത്തിലേക്ക് എറിയുന്നു. കേൾക്കണ്ടോ ഇല്ലയോ? അവിടെ കിടന്നത് എന്താ പറയാ? കത്തണം. ഭസ്മാന്തം ശരീരം, കുഴിച്ചിടരുത് ശരീരത്തെ. ഇതാണ് ശാസ്ത്രവിധി. എന്താ ചെയ്യേണ്ടത്? ഭസ്മീകരിക്കണം. അപ്പൊ മൂത്തോനിരിക്കുമ്പോ അനിയൻ മരിച്ചാലോ? അത് നിങ്ങൾ ഉണ്ടാക്കിയ നിയമം. ആര് മരിച്ചാലും ദഹിപ്പിക്കാൻ വേണ്ട. ചെറിയ കുട്ടികളാണെങ്കിൽ മാത്രമേ അതിൽ ചില വ്യത്യാസങ്ങൾ ശാസ്ത്രം പറയുന്നുള്ളൂ. അല്ലാത്തതൊക്കെ ദഹിപ്പിക്കണം. എന്താ കാരണം? പഞ്ചഭൂതമാണ് ഈ ശരീരം, അല്ലേ? അതിനെ പഞ്ചഭൂതത്തിലേക്ക് കൊടുക്കുകയാണ് ഈ മരണത്തിൽ ചെയ്യണത്. എന്ന് വെച്ചാൽ ഈ ശരീരത്തെ അഗ്നിക്ക് കൊടുക്കുമ്പോൾ, അഗ്നി എലമെന്റ്സ് നമ്പർ 1 അല്ലേ? 5 എലമെന്റിൽ ഒന്നാമത്തെ എലമെന്റ് ഏതാ? അഗ്നി അല്ലേ? അഗ്നിക്ക് കൊടുത്തു. അഗ്നി അതിനെ നേരെ എങ്ങോട്ട് കൊടുക്കുന്നു? വായുവിലേക്ക് കൊടുക്കുന്നു. അപ്പൊ 2ാമത്തെ എലമെന്റ് അഗ്നി, വായു. ശരിയല്ലേ? വായു നേരെ അതിനെ സ്പേസിലേക്ക് കൊടുക്കുന്നു. സ്പേസ്, ആകാശം 3ാമത്തെ എലമെന്റ്. ശരിയല്ലേ? ഇനി 2 കൂടി ഉണ്ട്. ഏതൊക്കെയാ? ജലവും
പറയൂ, ഭൂമിയും. ഭൂമിയിൽ വെച്ചിട്ടാണ് നമ്മൾ ദഹിപ്പിക്കുന്നത്. അപ്പൊ ഭൂമിക്ക് കിട്ടിയോ ഇല്ലയോ? ഇനി പാർക്കാ കൊടുക്കേണ്ടത്? ജലത്തിന്. അതിനാണ് സഞ്ചയനാദി കർമ്മങ്ങൾക്ക് ബാക്കിയുള്ളത് എടുത്തു വെച്ച് നമ്മൾ എന്ത് ചെയ്യണത്? തീർത്ഥസ്ഥലികളിൽ കൊണ്ടുപോയിട്ട് നിമഞ്ജനം ചെയ്യണത്. അപ്പൊ എത്ര എണ്ണത്തിലേക്ക് അത് വിലയം പ്രാപിച്ചു? 5 എണ്ണത്തിലേക്ക് തിരിച്ചത് എന്ത് ചെയ്യുന്നു? പറയുന്നു, വിലയം പ്രാപിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയണത്? ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി മരണാനന്തരക്രിയ മുഴുവൻ പിന്നീട് പറയാം. കാരണം എത്രയാ പോലെ, എന്താ പോലെ, അതൊക്കെ അറിയാത്ത ഇപ്പോഴും ഉണ്ട്. അത് പിന്നെ എപ്പോഴും ഇപ്പൊ പറയില്ല. ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം ആരാ കഴിഞ്ഞു, ഇനി കുറച്ച് കാര്യം കൂടി എനിക്ക് പറയാൻ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പറഞ്ഞേ. എങ്ങനെ ആ കുംഭകർണനെ വിളിക്കണം. കുംഭകർണനെ നമുക്ക് എഴുന്നേൽപ്പിക്കും. കുംഭകർണനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തേ പറഞ്ഞു? ഞാൻ എന്തേ ഇപ്പൊ പറഞ്ഞു? നമ്മളിപ്പോ ആരെയാ ചർച്ച ചെയ്തത്? ഭീഷ്മരെയാണ് ചർച്ച ചെയ്തത്. അപ്പൊ ഭീഷ്മര് നോക്കൂ, ഭീഷ്മരിലൂടെ അപ്പൊ ഞാനിത് പറഞ്ഞു. ആരുടെ ആഹാരം കഴിച്ചു? പറയൂ. ആ ദുര്യോധനനോടുള്ള സപ്പോർട്ട് കാണിച്ചു. കൗരവ സഭയിൽ ഇരുന്നിട്ട് പോലും പാഞ്ചാലിയുടെ വസ്ത്രം പിടിച്ചു വലിക്കുന്നത് കണ്ടിട്ട് അരുത് കാട്ടാള, കൈയെടുക്കട എന്നൊരു വാക്ക് പറയാൻ നാവ് പൊങ്ങിയില്ല. പൊങ്ങിയോ? അധർമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തില്ലേ? ഇവിടെ കുംഭകർണൻ എന്ത് ചെയ്തു? ആരുടെ ഭാഗത്ത് നിന്നു? പറയൂ, ആരുടെ ഭാഗത്ത് നിന്നു? പറയൂ, ആരുടെ ഭാഗത്ത് നിന്നു? ജ്യേഷ്ഠനായ, കാമാന്ധനായ, അല്ലേ? ആണോ അല്ലയോ? ധർമ്മചിന്ത ഇല്ലാത്ത ആരുടെ പക്ഷത്ത് നിന്നു? രാവണ പക്ഷത്ത് നിന്നു. അറിഞ്ഞുകൊണ്ടാ നിന്നത്. എന്തായാലും ഇവന്റെ കൈകൊണ്ട് ചാവണേലും നല്ലതാണ് രാമന്റെ കൈകൊണ്ട് ചാവണത്. അതുകൊണ്ട് രാമന്റെ കൈകൊണ്ട് ചാവാൻ വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ച് വേറെ ആരോടും കൂടുതൽ യുദ്ധം ചെയ്യാതെ നേരെ പോയി ആരോട്? ശ്രീരാമചന്ദ്രമൂർത്തിയോട് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തില് ആ ശ്രീരാമചന്ദ്രമൂർത്തിയിൽ സായുജ്യം അടഞ്ഞു. എന്താ കാരണം? ആ മൂർത്തിയെയാണ് ഉപാസിച്ചത് ഉള്ളിൽ. അപ്പൊ അവിടെ സായുജ്യം അടഞ്ഞു. നിരന്തരം ചിന്തിച്ചത് അവിടുത്തെ സ്വരൂപമാണ്. ശത്രുപക്ഷത്താണെങ്കിലും ശത്രുത്വം ഉള്ളിലില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടുത്തെ അഭയം പ്രാപിച്ചു. അവിടുത്തെ കാൽക്കൽ വീണു. എന്താ പറയാ, ശരിക്ക് അവിടെയായി തീർന്നു. ആ രാമനായി ഭവിച്ചു എന്ന് ചുരുക്കം. ഒറ്റ കാര്യൂടിയെ ഇനി ഇന്നത്തെ ദിവസം പറയാനുള്ളൂ. ഒറ്റ കാര്യൂടിയെ പറയാനുള്ളൂ. അവിടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കും. അത് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ബാക്കിയൊരു കാര്യൂടി ഉണ്ട്. കുംഭകർണനെ ഇപ്പം ഞാൻ പറഞ്ഞു, നാരദ സ്തുതിയാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിൽ ആത്മസാക്ഷാത്കാരം അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ശരീരമല്ല ഞാൻ എന്ന ബോധം. ആണോ അല്ലയോ? അപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക്? ആ ബോധം തന്നെയാണ് ആര് ഉപദേശിക്കുന്നത്? നാരദ സ്തുതിയിൽ പറയണത്, ഭഗവാനോട് പറയണത്. അത് അവിടെ മനസ്സിലാക്കിയാൽ മതി. കേൾക്കുന്നുണ്ടോ? ഇനി ഒറ്റ കാര്യം കൂടി അവിടെ നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. അത് ആളുകൾക്ക് അങ്കലാപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്താ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന കാര്യം? വേതമനുച്യാചാര്യോ അന്തേവാസിന മനുശാസ്തി സത്യം വദാ ധർമ്മം ചരാ സ്വാധ്യായാന്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വിവച്ഛേത്സി സത്യാദ് ന പ്രമദിതവ്യം ധർമാദ് ന പ്രമദിതവ്യം കുശലാദ് ന പ്രമദിതവ്യം ഭൂത്यै ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി യാന്യസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. ഈ മന്ത്രം നമ്മൾ ഇന്നലെ ഇവിടെ ചൊല്ലിയതാ. ശരിയാണോ അല്ലയോ? അതിൽ ആദ്യത്തെ സത്യം വദ എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു ഇല്ലേ? ഇനി അതിൽ അങ്കലാപ്പുള്ളത് പറയൂ, ധർമ്മം ചര എന്നാണ്. ജഗതഃ സ്ഥിതി കാരണം. ധർമ്മത്തെയാ പറയണത്. ധർമ്മം എന്താന്നാ പറയണത്? ആചാര്യസ്വാമികളുടെ ഭാഷയാണ്. ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതുഹു യഹ സഹ ധർമ്മ. ഇനിയുണ്ട് കേട്ടോ, മുഴുവൻ പറയുന്നില്ല. ജഗത്തിന്റെ സ്ഥിതിക്ക് കാരണമായി തീരുന്നതെന്തോ, നിലനിൽപ്പിന് കാരണമായി തീരുന്നതെന്തോ അതിനെ ധർമ്മം എന്ന് വിളിക്കൂ. പ്രാണികൾക്ക്, പ്രാണി എന്ന് പറഞ്ഞാൽ ട്യൂബിന്റെ മുകളിലേക്ക് നോക്കണ്ട, പ്രാണഹ യസ്യ അസ്തി സ പ്രാണി. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രാണി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, കുറെ പ്രാണികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയാണ്. സകല പ്രാണികൾക്കും അഭ്യുദയത്തെയും നിശ്രയസത്തെയും പ്രദാനം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഐശ്വര്യത്തെയും ജ്ഞാനത്തെയും പ്രദാനം ചെയ്യുന്നത് എന്തോ പറയൂ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ധർമ്മം. അതില്ലാത്തതൊക്കെ അധർമ്മമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധർമ്മം 2 വിധത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയാലേ രാമായണത്തിലൂടെ കടന്നുപോയാൽ രാമൻ ചെയ്തത് എന്താന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല. എന്താ 2 വിധത്തില്? മുഖ്യധർമ്മം, ഗൗണധർമ്മം. ഇത് പഠിച്ചു വെക്കണം.
ഇതാണ് പ്രധാനമായിട്ട് ഞാൻ ഇന്നലെ പറയാൻ ബാക്കി വെച്ചത്. നിങ്ങൾ കേൾക്കണ്ടോ ഇല്ല? അതുകൂടി തീർത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കണം. ബാക്കി പിന്നെ എപ്പോഴേ ഒത്തുകൂടി ചർച്ച ചെയ്യാം, ഭഗവതി നിയോഗം വരുത്തുകയാണെങ്കിൽ. ഇല്ലത്തിന് കടവത്ത് കേട്ട് മനസ്സിലാവുണ്ടല്ലോ പറയണേ. എന്താ പറഞ്ഞേ? ഇപ്പോൾ എന്ത് പറഞ്ഞേ? മുഖ്യധർമ്മം, ഗൗണധർമ്മം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെ രണ്ട് ധർമ്മങ്ങൾ ഉണ്ട് അത്രേ. അത് രണ്ടും എങ്ങനെ? മുഖ്യധർമ്മം ഗൗണധർമ്മം. ഇത് രണ്ടും ഒന്നിച്ച് ഗൗണം ട്ടോ. ഗൗണം എന്ന് വെച്ചാൽ ഗോപ്യം എന്നാണ്. ഗോപ്യം എന്ന് വെച്ചാൽ കാണാത്തത് എന്നാണ്. ഗൗണം റെഡിയല്ലേ? തെറ്റിച്ച് എഴുതരുത്. അത് പിന്നെ ആരാ പറഞ്ഞതെന്ന് ചോദ്യം വരും. മുഖ്യധർമ്മം, ഗൗണധർമ്മം. തെറ്റാതെ പഠിച്ചു പോവുക. കഴിഞ്ഞു. തെറ്റ് ആർക്കും പറ്റൂ കേട്ടോ, എനിക്കും പറ്റും. ചിലപ്പോൾ ശ്ലോകം എവിടുന്നാണ് വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. കാരണം മുൻജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നാവും ചിലതൊക്കെ. അത് ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ പോയി നോക്കുമ്പോൾ അത് ശരിയാണോ നോക്കാം, കറക്റ്റായിരിക്കും. ചിലതൊക്കെ അങ്ങ് വരുന്നതാണ്. അത് എന്താ പറയുക, എവിടുന്ന് വരുന്നു എങ്ങനെ വരുന്നു ചോദിച്ചാൽ അറിയില്ല. നോക്കാം, മുഖ്യധർമ്മം പറയൂ, ഗൗണധർമ്മം. കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഈ മുഖ്യധർമ്മവും ഗൗണധർമ്മവും ഒന്നിച്ചു പോവുകയാണ് വെച്ചാൽ രണ്ടിനെ ആചരിച്ചോളൂ, ഒരു പ്രശ്നമില്ല. എന്നാൽ രണ്ടും വിരുദ്ധമായി നിൽക്കുകയാണെങ്കിൽ, ഏത് രണ്ടും? മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധമായി നിൽക്കുകയാണെങ്കിൽ അവിടെ മുഖ്യത്വത്തെ ആചരിക്കണം, ഗൗണത്വത്തെ തള്ളിക്കളയണം. ഒന്നുകൂടെ പറയാം. മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധമായിട്ട് വരികച്ചാൽ എന്താ ചെയ്യേണ്ടത്? മുഖ്യത്വത്തെ ആചരിക്കണം. പറയൂ, ഏതിനെ തള്ളിക്കളയണം? ഗൗണത്വത്തെ തള്ളിക്കളയണം. അതിന് ദുഃഖം ഉണ്ടാവും, അത് എന്ത് ചെയ്യണം? സഹിക്കണം. ഇതാണ് രാമൻ ചെയ്തത്. ഇനി ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഇന്നലെ കോഴിക്കോട്ടുകാർക്ക് ഞാൻ ഈ ഉദാഹരണം മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ, മനസ്സിലായിണ്ടാവും വിചാരിക്കണം. ഞാനൊരു അധ്യാപകനാണ്, വിചാരിക്കേണ്ട, ആണ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വിചാരിച്ചാൽ മതിയേ, എൻ്റെ മകൻ ഇരിക്കുന്നു എന്ന് വിചാരിച്ചോ? എല്ലാവരും വിചാരിച്ചോ? അവനെ ഞാൻ മകനെ പോലെ കണ്ടാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പമുള്ളത്? മറ്റുള്ള കുട്ടികളെ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ മോനെ പോലെ കാണുന്നതിന് എന്താ തെറ്റ്? അതെന്ത് പറ്റില്ല എന്ന്? എൻ്റെ മോനെ പിന്നെ ഞാൻ എന്താ ചെയ്യാ? കണ്ടില്ലേ, ഇവരൊക്കെ എൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നുണ്ടല്ലേ? യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല ആ കാര്യത്തിൽ. കാരണം എന്താ? അത് ആ ധർമ്മമാണെന്ന് അറിയണതിനെ കൊണ്ടാണ് എൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നത്. ശരിയാണോ അല്ലയോ? അവിടെ എൻ്റെ മുഖ്യധർമ്മം, ആ ക്ലാസ്സിൽ എൻ്റെ മുഖ്യധർമ്മം അധ്യാപകനാണ്. ശരിയാണോ അല്ലയോ? എൻ്റെ ഗൗണധർമ്മം എന്താ? അച്ഛനാണ്. ഇത് രണ്ടും വിരുദ്ധ ചേരിയിലാണ്. ശരിയാണോ അല്ലയോ? അപ്പൊ ഞാൻ ഏതിനെ മുറുകെ പിടിക്കണം? മുഖ്യധർമ്മത്തെ. ഏതാ മുഖ്യധർമ്മം? അധ്യാപകനെ മുറുകെ പിടിക്കണം. എൻ്റെ മോനെ കാണുകയും ചെയ്യരുത് അവിടെ. ഗൗണധർമ്മം. ഏതാ ഗൗണധർമ്മം? അച്ഛൻ എന്ന ധർമ്മത്തെ പറയൂ തള്ളിക്കളയണം. അതിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ? മണ്ടില്ല, ദുഃഖം ഉണ്ടാവില്ലേ? ഇല്ല, ഉണ്ടാവും. അതിനെ ഞാൻ എന്ത് ചെയ്യണം? സഹിക്കണം. ഇതാണ് ധർമ്മനിഷ്ഠ. ഇതാണ് രാമൻ ചെയ്തത്. ഒന്നുകൂടെ പറയാ. ഇത് മനസ്സിലായി എല്ലാവർക്കും? മുഖ്യധർമ്മവും ഗൗണധർമ്മവും വിരുദ്ധമായിട്ട് വന്നാൽ ഇത് ജീവിതത്തിൽ നമുക്ക് ഇങ്ങനത്തെ പ്രതിസന്ധി വരുമോ ഇല്ലയോ? അച്ഛൻ്റെ ഒപ്പം പോകണോ, അമ്മേൻ്റെ ഒപ്പം കിടക്കും, ഇങ്ങനെ ഒരു തോന്നൽ വരും ചില സമയത്തൊക്കെ. ഇല്ലേ? ചില തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് കഷ്ടപ്പെടും. അന്നേരം മുഖ്യധർമ്മവും ഗൗണധർമ്മവും മനസ്സിലാക്കി വെക്കുക. മുഖ്യത്വത്തെ കൊള്ളുക, ഗൗണത്വത്തെ പറയൂ തള്ളിക്കളയുക. ദുഃഖം വരും, ഏറ്റെടുക്കുക. ഏറ്റെടുക്കുക. അപ്പൊ അന്നേരങ്ങളെ പഴി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമെങ്കിലും പിന്നീട് നിങ്ങളെ കാണുമ്പോൾ നന്നായിട്ടോ, അന്ന് ആ തീരുമാനം എടുത്ത് അന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയതാ, പക്ഷെ എനിക്ക് മനസ്സിലായി ഇപ്പൊ നിങ്ങൾ നിന്ന സ്റ്റാൻഡാ വളരെ ഗംഭീരം. അങ്ങനെ പറയാറില്ലേ? ചില ആൾക്കാർ നമ്മളെല്ലാവരും പറയും എന്നാ പിന്നെ അത് അങ്ങനെ ആക്കാം, മറ്റുള്ളവർ പറ്റില്ല, എനിക്ക് ഈ തീരുമാനം. അപ്പം നമ്മൾ ഒരു മൊരടൻ തന്നെയാണ് എന്ന് അന്നേരം പറയും. കുറച്ച് കഴിഞ്ഞാൽ പറയും നാരായണേട്ടൻ്റെ തീരുമാനമായിരുന്നു കേട്ടോ, ശരി, ഞാൻ അന്ന് ആ തീരുമാനത്തിൽ ഉറച്ചു. അത് നാരായണേട്ടൻ എന്ന് പറഞ്ഞാൽ നാരായണൻ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പര്യായം ആയതുകൊണ്ടാണ് ഞാൻ നാരായണൻ എന്ന് പറയുന്നത്. ഇനി അത് നാരായണനെ തേടി പോണ്ട. ഞാൻ ഈ പറഞ്ഞ എന്താ വെച്ചാൽ ഉദാഹരണത്തിൻ്റെ വള്ളിമ പിടിച്ചു പോണ്ട. ഇന്നലെ കുറി തൊട്ട് കയറിനാൽ കുറി തൊട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇവിടെ കുറിയുമ പിടിച്ചു പോകരുത്. ഒരു തലം കഴിഞ്ഞാൽ പിന്നെ കുറിയില്ല. കേൾക്കണ്ടായില്ലേ? ഒരു തലം കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറിയില്ല, ഒന്നുമില്ല. ഒരു തലം വരെയായി ഈ കുറി തൊടേണ്ടത്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഒരു കോണി വെച്ച് അങ്ങോട്ട് കയറിക്കഴിഞ്ഞവനെ സംബന്ധിച്ച് കോണി വേണ്ട. മനസ്സിലായില്ലേ? കേറാനാ കോണി. മനസ്സിലായില്ലേ? എത്രയും എങ്ങനെ ഇല്ല, ഇവിടെ ഇറങ്ങണ പരിപാടി ഇല്ല, കയറിപ്പോണ പരിപാടിയായിരുന്നു. നമ്മളെ വീട്ടിലാവുമ്പോൾ ഇറങ്ങി വരും. ഇവിടെ അങ്ങനെ പരിപാടിയില്ല, കയറിപ്പോവുകയുള്ളൂ. അങ്ങനെയാണ്, കയറിപ്പോവുകയാണ്.
മനസ്സിലായില്ലേ? ആ വരട്ടെ വരട്ടെ വരെ 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 ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ഉപായത്തെ പിടിച്ച് നിൽക്കരുത്. ചിന്മയൻ ഒരു ചെറിയ ദൃഷ്ടാന്തം പറയാ. ചിന്മയൻ സ്വാമി നിങ്ങൾ കേൾക്കണ്ടോ? പൂത്താമ്പള്ളി ബാലൻ തപോവന സ്വാമിയുടെ അടുത്ത് പഠിക്കാൻ പോയി. ആളെ പോയിരിക്കുമ്പോ നമ്മളെ കേരളീയനായിരുന്നു ബാലൻ. എല്ലാ തലതിരിഞ്ഞ സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ബാലനുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കണ്ട? അപ്പൊ അവിടെ പോയി ഇരുന്നപ്പോ ഉപനിഷത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആര്? അതിന്റെ ഇടയിൽ ഒരുപാട് രസം നടക്കട്ടെ, ഇപ്പൊ പറയാൻ നിൽക്കില്ല, പിന്നെ പറയാം. ഉപനിഷത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തപോവന സ്വാമി. പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഉപനിഷത്തിൽ മുഴുവനും സർവം ഖലിതം ബ്രഹ്മ ഈശാവാസ്യമിതം സർവം, ഇത് മുഴുവൻ ഈശ്വരനാണ്, ഇത് മുഴുവൻ ബ്രഹ്മമാണ്, ബ്രഹ്മത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മളെപ്പോലെ ഒരു പൊട്ട ചോദ്യം ആര് ചോദിക്കുന്നുണ്ട് അവിടെ? ബാലൻ ആരോട്? തപോവന സ്വാമിയോട് ചോദിച്ചു, ഇത് മുഴുവനും ബ്രഹ്മാണെങ്കിൽ ഗുരു എന്തിനാ പിന്നെ ഈ ഉപനിഷത്ത് പഠിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യാണേ. ഗുരു ഇത് മുഴുവനും ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ഉപനിഷത്ത് പഠിക്കണത്, രാമായണം പഠിക്കണത്? നമ്മളൊക്കെയാണ് അന്നേരം വ്യാഖ്യാനിച്ചു കൊടുക്കും, ഇത് പഠിച്ചാലല്ലേ അതാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുന്ന പറഞ്ഞ ഉപദേശത്തോട് ഉപദേശമായിരിക്കും. ഗുരു ഒന്നും മിണ്ടിയില്ല, ഒരു ചിരിയിരിച്ചു. അന്നേരം ഒരു ചിരിയിരിച്ചു, ഒന്നും മിണ്ടിയില്ല. ഉപനിഷത്ത് വീണ്ടും പഠിപ്പിച്ചു പോയേ. കുറച്ചാണ്ട് മുന്നോട്ടെത്തിയപ്പോ ഒന്ന് നിർത്തിയിട്ട് ബാലനോട് പറഞ്ഞു, ബാല നീ അടുക്കളയെ പോയിട്ട്, ആശ്രമത്തിന്റെ അടുക്കളയെ പോയിട്ട് ലേശം വെള്ളം എനിക്ക് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. ഗുരുവിന് നേരെ പോയി എടുത്തു കുടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം എടുത്തോണ്ടരാൻ പറയുന്നത്. അപ്പൊ ബാലൻ പോയി, ആര്? പൂത്താമ്പള്ളി ബാലൻ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ലേശം വെള്ളം ഒരു ലോട്ടയിൽ കൊണ്ടുവന്നു. ലോട്ട മണ്ണുണ്ടല്ലോ, ഒരു പാത്രമാണ്, ഒരു പാത്രം ലോട്ടങ്ങൾ ഉത്തരേന്ത്യക്ക് പോയി ലോട്ട കാണാം. ആ ലോട്ടയിൽ വെള്ളമാക്കി ഇങ്ങനെ വരുമ്പോ അവിടെ വാതിൽക്കലെത്തിയപ്പം ഗുരു ഇവിടുന്ന് ഉറക്ക വിളിച്ചു ചോദിക്കുക, ബാല എന്നോട് ഞാൻ വെള്ളമല്ലേ കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ, ലോട്ട കൊണ്ടുവരാൻ പറഞ്ഞോന്ന് ചോദിച്ചു. ബാലങ്ങനെ നിന്ന് ചിന്തിച്ചു, ഇയാക്കെന്തേ വട്ടായി പോയോ? ഒന്നിങ്ങനെ നമ്മളാണേലും ചിന്തിക്കും. ഒന്നുകൂടി ഗുരു ചോദിച്ചു അത്രേ, ബാല എന്നോട് ഞാൻ വെള്ളമല്ലേ കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ, ലോട്ട കൊണ്ടുവരാൻ പറഞ്ഞോ? ആദ്യത്തെ തവണ കത്തിയില്ല ഈ ചോദ്യത്തില്. രണ്ടാമത്തെ തവണ കത്തി. വെള്ളം കൊണ്ടുവരണമെങ്കിൽ വെള്ളത്തിന് പാത്രം വേണം, ഉപാധിയെ അനുഭവിക്കണമെങ്കിൽ ഉപായം വേണം. വേണോ വേണ്ടയോ? പറയും, വേണോ വേണ്ടയോ? നോക്കൂ, അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചു കുടിക്കാൻ കഴിയണ എന്താ പറയാ തപസ്സികളുണ്ട് ഉത്തരേന്ത്യയിൽ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കേൾക്കണ്ടോ ഇല്ലയോ? അവരെ സംബന്ധിച്ച് ബാത്റൂം വേണ്ട, ഒരു കുന്തും വേണ്ട. ആ തലത്തിലേക്ക് എത്തുന്നത് വരെ പാത്രം നിർബന്ധമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം എന്താ ഞാൻ പറഞ്ഞതെന്നുള്ളത്. ഉപനിഷത്ത് പഠിച്ച് കഴിയണത് വരെ പുസ്തകം വേണം. പഠിച്ച് കഴിഞ്ഞോനാ മതി, ഒരു പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. അവൻ്റെ ഉള്ളു തന്നെ ഉണർന്ന് ആ പുസ്തക സ്വരൂപത്തിലിരിക്കുന്നു. കേൾക്കണ്ടോ? എല്ലാ ജ്ഞാനും ഉള്ളിന്ന് വരും, അവൻ്റെ ഉള്ളിന്ന് വന്നോളൂ. എൻലൈറ്റഡ് ആയി കഴിഞ്ഞാൽ എല്ലാ ജ്ഞാനും അവൻ്റെ ഉള്ളിന്ന് വരും. മനസ്സിലാവില്ലേ പറയണത്? അതിൽ വേറെ യാതൊരു ബൗണ്ടറി ഇല്ല. ഇത് മനസ്സിലാവാത്തതിനെ കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മളും ബാലനും ചോദിച്ചത്. ബാലന് വേറെയും ചില പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പറയാൻ നിൽക്കില്ല. ഇങ്ങോട്ട് വരട്ടെ, ധർമ്മത്തെ പറയട്ടെ. എന്തേപ്പോൾ ധർമ്മത്തെ പറഞ്ഞു? ഞാൻ ധർമ്മത്തെ പറഞ്ഞു? മുഖ്യധർമ്മം, ഗൗണധർമ്മം. എന്താ ഒരു രാജാവിന്റെ മുഖ്യധർമ്മം? പറയൂ, എന്താ ഒരു രാജാവിന്റെ മുഖ്യധർമ്മം? പ്രജാപരിപാലനമാണ് അല്ലേ? ഇന്നലെ മുഖ്യമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ ഇല്ലേ? നിങ്ങൾ കണ്ടു പ്രജാപരിപാലനമാണ്. കുടുംബം രണ്ടാമതേ വരും. അങ്ങനെയുള്ളവൻ മാത്രം എന്തായാ മതി? രാജാവായാ മതി. രാജാവാകുന്നവൻ പറയൂ, രാജാവാകുന്നവന്റെ മുഖ്യധർമ്മം എന്താ? രാജത്വമാണ്. കേൾക്കണ്ടോ ഇല്ലയോ? കുടുംബത്വം അവന് ഗൗണമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ പറയണത്? അപ്പൊ പ്രജകൾ ആരിൽ കുറ്റം ആരോപിക്കരുത്. രാജാവ് തെറ്റ് ചെയ്യരുത്, ഒരു കാരണവശാലും തെറ്റ് ചെയ്യരുത്. കേൾക്കണ്ടോ ഇല്ലയോ? രാജാവ് തെറ്റ് ചെയ്യരുതെന്ന് മാത്രമല്ല, രാജാവിൽ തെറ്റാരോപിക്കപ്പെടരുതെന്ന്. അങ്ങനെയാണ് ഇന്നാരും ബാക്കി ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ കേൾക്കണ്ടോ ഞാൻ പറയണത്? തെറ്റാരോപിക്കപ്പെടരുത്. ഇവിടെ നോക്കൂ, കുളക്കടവിൽ വെച്ചുള്ള അല്ലെങ്കിൽ കുളിക്കടവിൽ വെച്ചുള്ള ഒരു സംഭാഷണം വേഷപ്രച്ഛന്നായിട്ട് കേൾക്കുകയാണ്. ആണോ അല്ലയോ? അല്ലേ? അതാരോട് വന്ന് പറയുകയാണ്? രാജാവിനോട്. അന്നേരം രാജാവാണ് ആര്? ശ്രീരാമേന്ദ്രമൂർത്തി. ആണോ അല്ലയോ? അവര് സന്തോഷത്തോടെ കഴിയാൻ പോണ സമയത്താണ് ഇത് വന്ന് പറയുന്നത്. എന്ത്? രാജാവിന് ഇങ്ങനെയൊക്കെ ആവാച്ചാൽ
എന്തൊക്കെയാവാ. ഇത് കേൾക്കുമ്പോഴാണ് സീതയെ കൊണ്ടുപോയിട്ട് തള്ളാൻ വേണ്ടിയിട്ട് ആര് നിർദ്ദേശം കൊടുക്കണത്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ കളിയിൽ കൃത്യമായിട്ട് രാമന് ധാരണയുണ്ട്. ഉണ്ടോ ഇല്ലയോ? തമസാ നദീതീരത്ത് കൊണ്ടുപോയി തള്ളൂ എന്നാണ് ആരോട് പറയണത്? ലക്ഷ്മണനോട്. തള്ളിയിട്ട് ഈ തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് പോന്നാൽ മതി, കാരണം അവിടെ ഋഷികളുടെ പർണശാലയുണ്ട് എന്നാണ് രാമൻ പറയണത്. അപ്പൊ ഉപേക്ഷിക്കാനല്ല കൊണ്ടുപോയത് എന്ന് ചുരുക്കം. പക്ഷേ ആ പ്രജകളുടെ വാക്ക് പാലിക്കണം. മുഖ്യത്വം അതിനാണ്. ഭർത്തൃത്വത്തിന് ഗൗണത്വമാണ് ഉള്ളത്. അപ്പൊ മുഖ്യത്വത്തെ ആചരിച്ചു, ഗൗണത്വത്തെ തള്ളിക്കളഞ്ഞു. അതിൽ ദുഃഖമുണ്ടായി. രാമന് ദുഃഖമുണ്ടായോ ഇല്ലയോ? സീതയെ ദുഃഖമുണ്ടായോ ഇല്ലയോ? ആ ദുഃഖത്തെ എന്ത് ചെയ്തു? അതിജീവിച്ചു. മനസ്സിലാക്കേണ്ടത്, സീതയെ തമസാ നദീതീരത്ത് ലക്ഷ്മണൻ കൊണ്ടുപോയി ഇടുമ്പോ സീത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഞാനിനി എന്തു ചെയ്യും ലക്ഷ്മണാന്ന. പൂർണ്ണഗർഭിണിയായ ഞാനിനി എന്തു ചെയ്യും ലക്ഷ്മണാന്ന. അതിന് വാൽമീകിയത്തിൽ സുന്ദരമായൊരു എന്താ പറയാ ഇതുണ്ട്. എന്താ പറയണ മറുപടി അറിയോ? ആശ്രമേ അവിദൂരേ. ആശ്രമം അടുത്തായിട്ടുണ്ടമ്മേ. ഇതാ മറുപടി. ഞാൻ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മളുടെ വീട്ടിലൊക്കെ 7 മാസം ഗർഭിണിയായി കഴിഞ്ഞാൽ കറുപ്പ് കെട്ടി എങ്ങോട്ടാ കൊണ്ടുപോവുക? സ്ത്രീകളെ ആസ്പത്രിക്കോ? അമ്മയുടെ അടുത്തേക്കാണ് കൊണ്ടുപോവുക. സ്വന്തം അമ്മയുടെ. അമ്മായിയമ്മ പോരാഞ്ഞിട്ടല്ല, പക്ഷെ ഉപ്പോളം വരൂലല്ലോ ഉപ്പിലിട്ടത്. അപ്പൊ ആരുടെ അടുത്തേക്ക് കൊണ്ടുപോകും? ആ അമ്മേന്റെ അല്ലെ, അമ്മേന്റെ അടുത്തേക്ക് തന്നെയല്ലേ കൊണ്ടുപോവുക. സീതയ്ക്ക് അമ്മ ഉണ്ടോ? ഇല്ല. ഭൂമിയിൽ പോയിട്ട് കിടക്കാൻ പറ്റുമോ? അത് നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്നു. ഭൂമിദേവിയുടെ മകളാണ് ആര്? സീത. എന്നുവെച്ചാൽ അവള് എന്താ പറയാ, ഈ പ്രകൃതിയാണ്. പ്രകൃതി പറഞ്ഞാൽ ദേവിയാണ്. ആണോ അല്ലയോ? അവർക്ക് പോകാൻ ഈ ലൗകികത്തിൽ അമ്മല്ല. ഉണ്ടോ? അപ്പൊ അമ്മയെക്കാളും മാതൃസ്നേഹം കൊടുക്കുന്ന ഒരാളുടെ അടുത്തേക്കാ പറഞ്ഞയച്ചത്. ശരിയാണോ അല്ലയോ? നോക്കൂ, വാൽമീകി താഴേക്ക് ഇറങ്ങി വരിക. അത്ര സേഫായ സ്ഥലം വേറെ ഇല്ല. വാൽമീകി ഇറങ്ങി വരുമ്പോൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടിയാണ് ചിരിക്കുന്നത്. താടി, അദ്ദേഹത്തിന്റെ കണ്ണ് തപസ്സിന്റെ കരുത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് എവിടെ? ആരുടെ ഭാര്യ? വാൽമീകിയുടെ പത്നിയുണ്ട് എവിടെ? പർണശാലയിൽ. ഉണ്ടോ ഇല്ലയോ? അത്ര സേഫാണ് ആ സ്ഥലം. കേൾക്കുണ്ടോ ഇല്ലയോ? അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്താ പറയണത്? വാൽമീകിക്കാണ്. ആണോ അല്ലയോ? പറിച്ചോണ്ടൊന്ന് കൊടുക്കും. വൈറ്റമിൻ സി, ഫോളിക് ആസിഡ് എല്ലാം അതിലുണ്ടാവും. നിങ്ങൾക്ക് അറിയില്ല, കോട്ടക്കൽ ആയുർവേദശാലയുടെ 3 പ്രസവ രക്ഷാ മരുന്നുകൾ കഴിച്ചാൽ ചിലപ്പം വേദനയോടെ അറിയാണ്ട് പ്രസവിച്ചു കിട്ടുന്ന പറയുക സാധാരണ. ഇതേ തന്നെ പോയിക്കോളൂ, കുഴപ്പമില്ല. അങ്ങോട്ട് പോകാനാണെങ്കിൽ ഇതേ പോയിക്കോളൂ, കുഴപ്പമില്ല. എന്തേ പറഞ്ഞു? ആ 3 പ്രസവ രക്ഷാ മരുന്ന് കൃത്യമായിട്ട് കൊടുത്താൽ വേദന പോലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പ്രസവിച്ചു കിട്ടും. പക്ഷെ ഇന്ന് അതൊന്നും അറിയില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഡോക്ടർമാരാ. തുമ്പപ്പൂ മുഴുവൻ അരച്ച് കലക്കി കുടിക്കൂ, പോയിണ്ടാവും. കാരണം വേറെ അസുഖമുള്ള തുമ്പപ്പൂ കുടിക്കരുത്. കേൾക്കണ്ടോ? ആ വീട്ടിലെ ബാക്കിയുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നം വന്നില്ല. പക്ഷേ ഈ അസുഖമുള്ള സ്ത്രീ മരണപ്പെട്ടു. കഴിക്കുമ്പം ഔഷധമാണ്, എല്ലാം ഔഷധമാണ്. ശ്രദ്ധിക്കണം, എല്ലാ ചെടികളും ഔഷധമാണ്. അത് കഴിക്കുമ്പം ശ്രദ്ധിച്ചിട്ടേ കഴിക്കാവൂ. സോഷ്യൽ മീഡിയയിലുള്ള മുറിവൈദ്യന്മാരൊക്കെ പറഞ്ഞത് കേട്ട് കഴിച്ചാൽ ബുദ്ധിമുട്ടാണ്. നെല്ലിക്ക ജ്യൂസ് ദിവസം രാവിലെ കുടിക്കൂ, ഷുഗർ പോയി കിട്ടും. ഷുഗറും പോവും, പിന്നെ കിഡ്നിയും പോവും. കാരണം അത് നെല്ലിക്ക ജ്യൂസ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഇട്ട് കുടിക്കണം. കേൾക്കണ്ടോ? അതൊക്കെ നമ്മൾ അറിയണം. ബ്രേക്ക് ഇട്ടിട്ടേ കാര്യങ്ങൾ ചെയ്യാവൂ. 10 മിനിറ്റ് കൂടി ഇല്ലേ? ഉണ്ട്. എന്തേ പറഞ്ഞു? ഇപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ കുറെ മുറിവൈദ്യന്മാരുണ്ട്. ദശപുഷ്പമൊക്കെ വെക്കണതിനാ. നമ്മൾ അറിയണം എന്താ ദശപുഷ്പം എന്നുള്ളത്. തുമ്പപ്പൂവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? തുമ്പപ്പൂവിന് എന്താ പ്രത്യേകത ഉള്ളത്? തുമ്പപ്പൂവ് കൃമിശല്യത്തിന് ഏറ്റവും നല്ലതാ. പണ്ടത് കണി കണ്ട ഔഷധമായിരുന്നു തുമ്പപ്പൂവ് കൃമിശല്യത്തിന്. ആണോ അല്ലയോ? ഈ ഇലയില്, അതായത് ഇലയില് പാഥേയം പൊതിച്ചോറിട്ട് കഴിക്കുന്നത് തൊലിക്ക് നല്ലതാണ്, കൃമിശല്യത്തിനും നല്ലതാണ്. പാഥേയെന്ന് കേട്ടീനോ നിങ്ങൾ? മലര് അതുണ്ട്. ഉണ്ട്. പാഥേയം ചൂടുള്ള ചോറ് ഇലയിലേക്ക്, അത് വേറൊരു കൈക്രിയയാണ്. ഒരുപാട് കൈക്രിയകളുണ്ട്. ഉണ്ട്. അതാണ് പറഞ്ഞത്. ഇതൊക്കെ പഴമക്കാർ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞത് തുമ്പ കണക്റ്റഡ് വിത്ത് ദാറ്റ്, അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞാൻ ജീവകനിയൊന്നും ഇപ്പോൾ പറയാൻ നിൽക്കില്ല, സമയമില്ല. കാരണം കർക്കിടക കഞ്ഞി പറയുമ്പോൾ അതൊക്കെ പറയണം. ചില സ്ഥലത്ത് കർക്കിടക ആയുർവേദചര്യയും പറയാറുണ്ട്. അന്നേരം അവിടെ നമ്മളിത് സംസാരിക്കാറുണ്ട്. ഇപ്പം സംസാരിക്കാൻ നിൽക്കണില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ ചില കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇത് ഇന്നലെ അവിടെ പറഞ്ഞു നിങ്ങളോട്. ഉണ്ടോ ഇല്ലയോ? അതാണ് കോപ്പറിൻ്റെ ഇത്.
നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചോണം. സോപ്പിട്ട് കഴുകരുത്, ഡിറ്റർജൻറ്റ് ഇട്ട് കഴുകരുത്, നാരങ്ങ നീരോ അല്ലെങ്കിൽ ഉപ്പോ ഇട്ടിട്ട് ആഴ്ചയിൽ ഒരിക്കലും നന്നായി കഴുകുക. പിന്നെ ഇടയ്ക്കൊന്ന് വാഷ് ചെയ്ത് വെക്കുക. അത് കുഴപ്പം വരരുത്, അത്രയേ ഉള്ളൂ. അത് ശരി, ഇരിക്കട്ടെ. എന്തേടെ പറഞ്ഞു ഞാൻ? എന്തേടെ പറഞ്ഞു? അത് പോയി. നെല്ലിക്ക ജ്യൂസല്ല, നമ്മൾ അതിലേക്ക് ഇടക്കാലത്ത് വന്നു മാത്രമേ ഉള്ളൂ. പോട്ടെ. ഇപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? മുഖ്യധർമ്മം ഗൗണധർമ്മം. അങ്ങനെ എവിടെ കൊണ്ടുപോയി ആക്കി? പർണശാലയിൽ. എന്താ പ്രത്യേകത വെച്ചാൽ അവിടെ ഈ ബലമൂലാദികളൊക്കെ കിട്ടും. കിട്ടുകയോ ഇല്ലയോ? പറയൂ, കിട്ടുകയോ ഇല്ലയോ? കിട്ടും. അതൊക്കെ കഴിച്ചു. ആര് കഴിച്ചു? സീതാദേവിക്ക് കൊടുത്തു. ആര്? വേണ്ടതൊക്കെ ആര് കൊടുത്തു? വാൽമീകി കൊടുത്തു. വാൽമീകിയും ഭാര്യ രണ്ടാളും സേവിച്ചു. ആരെ? സീതേനെ. കാരണം അവർക്ക് അറിയാം, സത്യം അറിയാം, സീത ആരാന്നറിയാം. തന്നെയല്ല, വൈകുന്നേരം വാൽമീകി മഹർഷിയുടെ സത്സംഗം ഇതേപോലെ ഇരുന്ന് സത്സംഗ. അപ്പോൾ ആര് കേൾക്കുന്നു? സീത മാത്രമല്ല, ഉള്ളിലുള്ള രണ്ടെണ്ണം കേൾക്കുന്നു. ആര്? ലവനും കുശനും. ഇതാ കേൾക്കുന്നത്. ഏത്? ഈ സത്സംഗം. ശരിയല്ലേ? പിന്നെ പുറത്ത് മാൻ, മയില്, ഹിംസ്ര ജന്തുക്കളൊക്കെ സുഹൃത്തുക്കളാ. എല്ലാത്തിനോടും ഒരു ഇത് വരുമ്പോൾ സീത ഈസായി നിൽക്കുകയോ ഇല്ലയോ? ആ സന്തോഷത്തിലാണ്, ആ കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരം തന്നെ, ആ പർണശാലയ്ക്കുള്ളിലാണ് ലവകുശന്മാര് ജന്മമെടുക്കുന്നത്. എന്നാൽ നമ്മളെ വീട്ടിൽ ലവകുശന്മാര് ജന്മം എടുക്കുവോ? ഇല്ല. ഗർഭിണിയായി കഴിയുമ്പോൾ തന്നെ അതിനോട് പറയണത് ഇളകരുത് എന്നാ. പിന്നെ അതിങ്ങനെ വടി പോലെ നടക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചോദിച്ചാൽ അതിന് ഈ അവസാനത്തെ ഒരു സാധനമുണ്ട്. രാത്രി എല്ലാം ഇരുന്ന് മാന്തുക ഇല്ലയോ? പണ്ടൊക്കെ മുത്തശ്ശി വീട്ടിൽ ഗർഭിണി ഉണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും കച്ചറ പോലും ഉണ്ടാക്കിയാൽ, ബഹളം ഉണ്ടാക്കിയാൽ അടി അപ്പം മുത്തശ്ശിയോട് കിട്ടും. ഗർഭിണിയുള്ള വീട്ടിൽ എൻ്റെ തരികിടെ ഒച്ചെന്നിട്ട് കൊടുക്കും. അവിടെ ശാന്തതയും സമാധാനവും വേണോ വേണ്ട. കാരണം ഉള്ളിലുള്ള കുട്ടി പ്രധാനമാണ്. ആ കുട്ടിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഷോഡശ സംസ്കാരത്തിൽ ഭാരതം പകർന്നു കൊടുത്തിട്ടുണ്ട്. കേൾക്കണ്ടോ ഇല്ലയോ? ആ ജനിച്ചു വരുന്നത് നമ്മൾ പോകാനായി, ജനിച്ചു വരുന്നത് ലോകം നിലനിർത്തും. വേണോ വേണ്ടയോ? നല്ല കുട്ടിയായിട്ട് വളരണം. ശ്രദ്ധിക്കണില്ലേ ഞാൻ പറയണത്? നിങ്ങൾ കേൾക്കണ്ടോ ഞാൻ പറയണത്? എന്നിട്ട് രാത്രി കുറ്റപത്രം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, തല വെട്ടിപ്പൊളിക്കുന്നത്, പീഡനം, അതും കൂടി കണ്ടു കിടക്കുന്നു. ഒന്ന് കണ്ട FIR ആയിണ്ടാവും. ഇതിൻ്റെ ഉള്ളത്തേതും ആയിണ്ടാവും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ തലേന്ന് കണ്ടു കിടന്നതായിരിക്കും ഓർമ്മ വരിക. അപ്പൊ ഒന്ന് ആയി. അപ്പൊ ഈ ഉള്ളുന്ന് പിന്നെ ലവകുശന്മാരൊന്നും അല്ല വരിക, ഗോവിന്ദച്ചാമിയാവും വരിക. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ലോകം മുട്ടിക്കും. അങ്ങനെ കാമസന്താനങ്ങളല്ല ഉണ്ടാവേണ്ടത്, പിന്നെ യജ്ഞസന്താനങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഗർഭരക്ഷ കൃത്യമായിട്ട് ആർക്ക് കിട്ടി? പറയൂ, ആർക്ക് കിട്ടി? സീതയ്ക്ക് കൃത്യമായിട്ട് കിട്ടി. ഈ മുഖ്യധർമ്മത്തെയും ഈ ഗൗണധർമ്മത്തെയും പറയൂ, ഈ ഗൗണധർമ്മത്തെയും കൃത്യമായിട്ട് മനസ്സിലാക്കണം. സീതയെ പരിത്യജിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും തന്നെ രാമൻ മറ്റൊരു സീതയെ തേടി പോയിട്ടില്ല. അഥവാ മറ്റൊരാളെ തേടിയിട്ട് ആര് പോയിട്ടില്ല? രാമൻ പോയിട്ടില്ല. പോകാമായിരുന്നു, കാരണം രാജാവിന് എത്രയാകാവുന്നതാണ്. ശരിയാണോ അല്ലയോ? പോയിട്ടില്ല. ഇത് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ധർമ്മമൂർത്തിയായി ചരിച്ചു. നമുക്ക് കഴിയാത്ത തലത്തിൽ ചരിച്ചു. ആര്? നമുക്ക് കഴിയാത്ത ഈ ഇതൊക്കെ നമുക്ക് വിഷമൊക്കെ നമുക്ക് വരും, പക്ഷെ ആർക്ക് വരില്ല? അവതാര പുരുഷന് വരില്ല. ആ തലത്തിലേക്ക് നിന്ന്. അതുകൊണ്ടാണ് സീതയുടെ കൈ പിടിച്ച് രാമന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ജനക മഹർഷി പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ വാക്ക്? യം സീതാ മമസുത. ഇവളെന്റെ മകൾ സീതയാണ് രാമ. സഹധർമ്മചരീതവ. ഇവൾ നിനക്ക് സഹധർമ്മിണിയായിട്ട് വരും. പ്രതീക്ഷ ചൈനാം ബദ്ധം തേ പാണിം ഗ്രഹിണിശ്വ പാണിന. ഇവളുടെ പാണിയെ നീ ഗ്രഹിച്ചാലും പതിവ്രത. ഉറപ്പിച്ച് പറയുന്നുണ്ട് ആ വാക്ക്, പതിവ്രത. പതിവ്രതയാണെന്നറിഞ്ഞാലും പതിവ്രത മഹാഭാഗ ഛായേവാനുഗതാ സദാ. ഛായ, അവൾ നിന്നെ നിഴൽ പോലെ പിന്തുടരും രാമ. ധർമ്മം ആചരണത്തിൽ നീ എത്രത്തോളം ധർമ്മം ആചരിക്കുന്നുവോ അതേപോലെ ആരും ആചരിക്കണം. സീതയും രണ്ടുപേരും ഒരേപോലെ. അതാണ് സഹധർമ്മം, സഹധർമ്മിണി എന്നാ വിളിക്കുക. അല്ലാതെ അവള് മാത്രം ധർമ്മം ചെയ്യട്ടെ, ഞാൻ മിണ്ടാതിരിക്കട്ടെ, അതല്ല. വീട്ടിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ ഭാര്യ ചെയ്യട്ടെ. ഇങ്ങനെ അത് സഹധർമ്മം ആവൂല. ആവുമോ? ഇല്ല. ഭർത്താവിന്റെ ദുഃഖത്തിലും പങ്കുചേരണം ആര്? ഭാര്യ. അപ്പോഴേ അത് സഹധർമ്മം ആവുള്ളൂ. അപ്പോഴേ അത് അർദ്ധനാരീശ്വര സങ്കല്പത്തേക്ക് കടക്കുള്ളൂ. ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? അതാണ് അർദ്ധനാരീശ്വര സങ്കല്പം. ആവട്ടെ. ഈ ഒരു തലത്തിലേക്ക് സീത കടന്നു. അതുകൊണ്ടാണ് കാട്ടിലേക്ക് പോണ സമയത്ത് രാമൻ പറയുന്നുണ്ട്, വരണ്ട, നീ പോരണ്ട. അന്നേരം സീത പറയാ, ഞാൻ അവിടെ നിൽക്കാം, നിങ്ങൾ പോയിട്ട് ഒരു ഇടയ്ക്കൊന്ന് മിസ് കോള് മെസ്സേജ് എന്നൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞ സീത പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കും. എന്താ വാക്ക്? തൻ പ്രിയൻ പൂമടവി തന്നയോധ്യ രാജധാനി തൻ പ്രിയൻ തൻ പുൽക്കുടിൽ തന്മണി സൗധം എന്നു തേറിയിട്ട
ഇടം വലമേതുമൊന്നു തിരിയാതെ അവൾ നടന്നു നീങ്ങിന്നാ പറയണത്. തന്റെ പ്രിയതമൻ പോകുന്ന കാടാണ് തനിക്ക് അയോധ്യ രാജധാനി. തന്റെ പ്രിയന്റെ സുഖവും ദുഃഖവുമാണ് തനിക്ക് കൊട്ടാരം. അതിന്റെ അപ്പുറത്തേക്ക് തനിക്ക് യാതൊന്നുമില്ലാന്ന് ചിന്തിക്കാതെ, ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി അങ്ങോട്ട് നടക്കുകയാണ്. അന്നേരാണ് കൈകേയി അവർക്ക് മരവുരി എടുത്തു കൊടുക്കുന്നത് സീതയ്ക്ക്. അന്നേരമാണ് പുലഭ്യം തെറി ആര് പറയണത്? വാസിഷ്ഠൻ പുലഭ്യം തെറി കൈകേയിയെ പറയണത്. നീ ആരടി അവൾക്ക് മരവുരി എടുത്തു കൊടുക്കാൻ? സീതയ്ക്ക് എന്താ കാട്ടുപോകാൻ അവകാശം? സീത കാട്ടുപോകുന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? പറഞ്ഞു? നിനക്ക് വാക്ക് തന്നോ? ഇല്ല, തന്നിട്ടില്ല. പിന്നെ എന്തിനു സീത പോണം? പട്ട് സാരി കൊടുത്തു പോട്ടെ അവൾ. കുലഭ്യം തെറി കുലഗുരു പറയുന്നുണ്ട്. കുലഗുരു നല്ല ചീത്തയാണ് ആരെ പറയണത്? മനസ്സിലായില്ലേ? അപ്പൊ ഭീഷ്മർക്ക് എന്താണോ പതനം സംഭവിച്ചത് ആ തലത്തിലേക്ക് ആര് നിന്നുപോയി? പറയൂ, ആര് നിന്നുപോയി? ആര് നിന്നുപോയി? ഇപ്പം ആരെയപ്പം നമ്മൾ ചർച്ച ചെയ്യണത്? കുംഭകർണൻ നിന്നു. നീതി ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും നീതിക്കൊത്ത് പ്രവർത്തിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല. ധർമ്മം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും ധർമ്മത്തിനൊത്ത് പ്രവർത്തിക്കാൻ രാവണ സഹോദരനോടുള്ള ഒട്ടൽ, അതായത് തൻ്റെ എന്നുള്ള ചിന്ത അയാളെ അനുവദിച്ചില്ല. ഇതന്നെ ഭീഷ്മർക്കും സംഭവിച്ചു. വെള്ളം അതൊക്കെ രണ്ടാമത്തെ ഘടകം മാത്രമേ ഉള്ളൂ. സഹോദരനോടുള്ള ഒട്ടൽ, അതാണ് പ്രധാനം. അതാണ് ഇത് സംഭവിപ്പിച്ചത്. അപ്പൊ ധർമ്മത്തിൽ നിന്ന് വഴി മാറി. നേരത്തെ ബടിയോ ഭീഷ്മരെ സംബന്ധിച്ചോ ദുര്യോധനന്റെ ഭക്ഷണം, ദുര്യോധനനോട് കടപ്പെട്ടു പോയി. ശരിയല്ലേ? രണ്ടും ധർമ്മമായിരുന്നു അവരുടെ വിഷയമെങ്കിലും ധർമ്മത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? മാറേണ്ടി വന്നു. പക്ഷെ ധർമ്മത്തിൽ തന്നെ അവസാനം അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അടിയുറച്ചു നിന്ന് അവിടേക്ക് തന്നെ കയറാനും എന്ത് ചെയ്തു? കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് ധർമ്മചിന്ത വിട്ടിട്ട് മറ്റൊന്നിലേക്ക് പോയാലും പിന്നെയും നമുക്ക് ആ ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയാൻ കാരണം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രത്ന ചുരുക്കം. അതിനുശേഷം നമ്മൾ ആ യുദ്ധത്തെ കാണുന്നുണ്ട്. ശ്രീരാമേന്ദ്രമൂർത്തിയിൽ ആര് വിലയം പ്രാപിക്കുന്നു? ആര് വിലയം പ്രാപിക്കുന്നു? കുംഭകർണൻ. അത് കഴിഞ്ഞിട്ട് നാരദ സ്തുതിയാണ് വരുന്നത്. നാരദ സ്തുതിയിൽ ആ ഭഗവാൻ ശ്രീരാമേന്ദ്രമൂർത്തി ആരാണെന്ന് പറയുന്നു, എന്താ പറയുക, ആ ആത്മാരാമൻ ആരാണെന്ന് പറയുന്നു, സീത ആരാണെന്ന് പറയുന്നു, ഒക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ ചെയ്യുന്നത് 12 മണിയിലേക്ക് നമ്മളിതാ കടക്കുന്നു. 2 ദിവസമായിട്ട് നമ്മൾ ആത്മചിന്ത, രാമായണ ചിന്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുഃഖനിവൃത്തിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ നിങ്ങൾക്കിതിൻ്റെ തത്വത്തെയും ഇതിൻ്റെ ആഴത്തെയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴിയേ ഇപ്പം പഠിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്, അത് ഇന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ദേവി സങ്കല്പിച്ചാൽ ഒത്തുകൂടി കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇത് കേട്ടിരുന്ന പ്രൗഢമായ ഈ അധികാരി സദസ്സിനെ ഒരിക്കൽ കൂടി സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഈ ഉപകരണത്തെ ആ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒത്തുകൂടാൻ ആ ദേവി നിയോഗം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനുമത്യുച്ഛസ്ഥനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ഛസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും.